വിപ്ലവയാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടീമും മാറി മാറി സഞ്ചരിച്ചു. എന്തെങ്കിലും സമൂഹത്തിന് കിട്ടിയിട്ടുണ്ടോ? സമുദായത്തിന് എന്തെങ്കിലും ഉപകാരമുള്ള വല്ലതും അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ വിശദഭാഗങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അവിടെ ഒരു കാര്യം നമ്മളൊന്ന് ഓർമ്മിക്കേണ്ടതായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് നമ്മുടെ സംസാരത്തിൽ എവിടെയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ? അള്ളാഹുവിന് സമമായി പങ്കുകാരനില്ല എന്ന് എവിടെയെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ? അള്ളാഹിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തോ? ഈ മഖാമുകൾ അതുപോലെ ദർഗകൾ ജാറങ്ങൾ കെട്ടി ഉയർത്താൻ പാടില്ലെന്ന് പള്ളി ദർസിന്റെ കിതാബിനകത്തുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദാ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ? എങ്കിൽ ഈ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, അള്ളാഹ്ക്ക് തുല്യനായി ഒരാളില്ല. അള്ളാഹ് കാണുന്ന പോലെ ഇന്നയാൾ കാണും, അള്ളാഹ് കേൾക്കുന്ന പോലെ ഇന്നയാൾ കേൾക്കും. ഇതൊക്കെ നാട്ടിൽ ഇന്ന് പല ആളത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുക. ഒരു പ്രശ്നമില്ലാതെ പോവുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, പഠിക്കേണ്ടതുപോലെ നമ്മളത് മനസ്സിലാക്കാതെ പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതി വെച്ച മുഹിയുദ്ദീൻ മാല വെറും 400 കൊല്ലം പഴക്കമുള്ള പുത്തനാശയമാണ് മുഹിയുദ്ദീൻ മാല. നമ്മൾ പുത്തൻവാദികളല്ല. ഇവരുടെ കയ്യിൽ പുത്തനായ ഒരുപാട് സാധനമുണ്ട്. മുഹിയുദ്ദീൻ മാലന്റെ പഴക്കം 400 കൊല്ലമാണ്. ആ മാലക്ക് ഉള്ളിൽ എഴുതി വെച്ച വാക്കുകൾ എന്താ? ഷെയ്ഖ് എഴുതി വെച്ചതല്ല. അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ഗ്രന്ഥം എഴുതി വെക്കുന്നത്. എന്നിട്ട് അതിൽ എഴുതി വെച്ച വാക്ക് എന്താന്ന് ആലോചിച്ചൊക്കെ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. നിങ്ങളുടെ കൽബിനകത്തുള്ളത് കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണണ പോലെ ഞാൻ കാണുമെന്ന് ഷെയ്ഖ് പറഞ്ഞതായി കള്ളക്കഥകൾ എഴുതി വെച്ചു. എന്നാൽ അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഏത് പ്രസ്ഥാനക്കാരനാവട്ടെ, അയാൾക്ക് തുറന്നു പറയാൻ പറ്റും അത് ശരിയല്ല. എന്താ കുഴപ്പം? അള്ളാന്റെ ഖുർആൻ പറയുന്നത് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചത് കാണുന്നവൻ, അറിയുന്നവൻ അള്ളയാണ്. കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ അള്ളയാണ്. ഖുർആനിക ആശയത്തിന്റെ നേരെ വിപരീതമാണ് മുഹയ്യിദ്ദീൻ മാലക്കാരൻ എഴുതി വെച്ചത്. ഏതെങ്കിലും ഒരു വസ്തുവിനോട് കുന്നെന്ന് ചൊന്നോകിൽ ആകും അതെന്നോവർ. ഒരു വസ്തുവിനോട് മുഹിയുദ്ദീൻ ഷെയ്ഖ് കുന്നെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അതുണ്ടാകും. ചത്ത് കിടക്കുന്ന കോഴിനോട് കുന്നെന്ന് പറഞ്ഞാൽ ജീവൻ വെക്കാൻ തുടങ്ങും. മരിച്ചു കിടക്കുന്ന വ്യക്തിയോട് കുന്നെന്ന് പറഞ്ഞാൽ ജീവൻ വരാൻ തുടങ്ങും. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഇന്നമാ അംറുഹു, യാസീനിലാണ്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ, അള്ളാഹ് ഒരു കൽപ്പന കൊടുത്താൽ അത് ഉണ്ടാകുന്നതാണ്. ഇത് അള്ളാഹിനെ പറ്റിയ പറഞ്ഞത്. അതേ സാധനം മുഹയ്യിദ്ദീൻ മാലക്കാരൻ നമ്മുടെ നാട്ടിൽ എത്ര ഭക്തിയിലാണ്, എത്ര ആദരവോടെയാണ്, എന്തൊരു ബഹുമാനത്തോടെയാണ് അത് ചൊല്ലി പിരിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോണത്. ആലോചിച്ച് നോക്കും നമ്മൾ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതിന്റെ നേർവിപരീതമല്ലേ സംഭവിക്കുന്നത്? ഇനിയോ ഒന്നുകൂടെ കടന്നുപോയാൽ ഷെയ്ഖിനോട് എവിടുന്ന് പ്രാർത്ഥിച്ചാലും വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടും. അള്ളാഹ് പോലും പറഞ്ഞിട്ടില്ല. അള്ളാഹിനോട് എവിടുന്ന് എപ്പോ പ്രാർത്ഥിച്ചാലും വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടുമെന്ന്. മുഹയ്യിദ്ദീൻ മാലയിൽ എഴുതിയ കള്ളപടികൾ ആ ഏറ്റവും വലിയ ഉമ്മത്തിനോട് ചെയ്ത വഞ്ചനയിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്ത്? വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പോടാ ഉത്തീരം നൽകും ഞാനെന്നോവ. വല്ല നിലത്തുനിന്നും, ബാഗ്ദാദ് എന്നാവണമെന്നില്ല, ഷെയ്ഖിനെ മറവ് ചെയ്തിരിക്കുന്നത് ബാഗ്ദാദിലാണ്. വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ. തൊള്ള കൂടണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി കിട്ടും. അതുകൊണ്ടാണ് കുത്തുബിയത്തുകാരൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണയാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാളിറു ഹാളിറു ഇമ്മജ്ലിസിൽ ഹാളിറു ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്താ പറയണത്? അല്ലാഹ് റബ്ബേ പടച്ചോനെ എന്നല്ല, യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇവർക്ക് എന്താ പ്രശ്നം? അള്ളാന്റെ ഖുർആൻ പറയുന്നത് പഠിക്കണില്ല. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പക്ഷിപ്പാട്ട്, മാലപ്പാട്ട്, കിളിപ്പാട്ട്, ഹദ്ദാദ്, റാത്തീബ്, പലതരം സംഭവം നടക്കുക. ഇതിൻ്റെ ഉള്ളിലെന്താ?
ഖുർആൻ പറഞ്ഞില്ലേ ചില മനുഷ്യരുണ്ട് കഴുതകളെ പോലെയാണ്. മസലുല്ലദീന ഹമ്മിലു തൗറാത്ത, തൗറാത്ത് വഹിക്കുന്ന ചില ആളുകളുണ്ട്. സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഭാണ്ഡം ചുമക്കുന്ന കഴുതനെ പോലെയാണ്. ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന് കഴുതക്കറിയില്ല, കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. ചില മനുഷ്യരങ്ങനെയാണ്, താൻ ഓതേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഖുർആൻ തുറന്ന് വായിക്കുന്നില്ല. ഇനി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ഉള്ളിൽ എന്താ കിടക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കണില്ല. ഏതെടുത്ത് വായിച്ചാലും ഇതന്നെയാണ് കിടക്കുന്നത്. എല്ലാ തരത്തിലും അള്ളാന്റെ ഖുർആനിനെ തോൽപ്പിച്ച് കളയുകയാണ് ഈ സാധനങ്ങൾ. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ചില സാധാരണക്കാരെ മനുഷ്യന്മാർ ഇത് അറിയില്ല, അവർക്ക് ഇതിന്റെ അർത്ഥം ഉണ്ടാവില്ല. റിഫായി ഷെയ്ഖിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് റിഫായി മാല. നമ്മളൊക്കെ വീട്ടിൽ പലരും വീട്ടിലുണ്ടാവും. 313 വക മൗലിദിന്റെ കിതാബിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. 60 രൂപയാണ് അതിന്റെ പതിപ്പ്. ആ കിതാബിനകത്ത് റിഫായി ഷെയ്ഖിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഈ ഒരൊറ്റ ഇരിപ്പങ്ങിയിരുന്നാൽ ലൗഹുൽ മഹ്ഫൂദ് കാണും അവരെന്നോവർ. ഇവിടെ അങ്ങോട്ട് ഇരുന്നാല് ലൗഹുൽ മഹ്ഫൂദ് ആണ് കാണും. ഒരു നബിയാണോ? അല്ല. ഒരു സഹാബിയാണോ? അല്ല. ഒരു താബിഇയാണോ? അല്ല. അതൊന്നും ആവേണ്ട ആവശ്യമില്ല. അവിടെ കണ്ട് ഇരുന്നാൽ ലൗഹുൽ മഹ്ഫൂദിൽ കിടക്കുന്ന വിവരങ്ങൾ വരെ റിഫായി ഷെയ്ഖിന് അറിയുമെന്നാ പഠിപ്പിക്കുന്നത്. നമ്മുടെ നബിക്ക് വഹയി കിട്ടിയിട്ട് വേണം ഓരോ വിവരങ്ങളും അറിയാൻ. സ്വഹാബിമാർക്കോ നബി പഠിപ്പിച്ചു കൊടുത്ത വിവരം വേണം അറിയാൻ. റിഫായി ഷെയ്ഖിന് ഒന്നും ആവശ്യമില്ല, അങ്ങോട്ട് ഇരുന്നാ മതി, ലൗഹുൽ മഹ്ഫൂദിൽ കിടക്കണ വിവരങ്ങൾ അറിയാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ, അള്ളാഹുവാണല്ലോ എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ. ആ അള്ളാഹുവിനെ കുറിച്ച് വിശാലമായ ഇൽമുള്ളത് റബ്ബിനാണെന്ന്. അപ്പൊ റബ്ബിനെ കുറിച്ച് പറയേണ്ടതായ ചില കാര്യങ്ങൾ മനുഷ്യന്മാർക്കുണ്ട് എന്ന് വാദിക്കുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ പറ്റി എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതേപോലെ അതിനേക്കാൾ വലുതാണ് മുമ്പ് കഴിഞ്ഞു പോയവരെ പറ്റി എഴുതി വെച്ചത്. റിഫായി മാലയിൽ പറയാണ്, റിഫായി ഷെയ്ഖ് മക്കത്തേക്ക് പോകുക. ചരിത്രമായതുകൊണ്ട് വേഗം മനസ്സിലാക്കാമല്ലോ. മക്കത്തേക്ക് പോകുകയാണ്. എന്തിനായിരിക്കും? ഉംറക്ക് വേണ്ടി അത്ര പോണത്. പോകുമ്പോൾ എങ്ങനെയാ പോണത്? നമ്മളൊക്കെ മാന്യമായ 2 തുണി ഡ്രസ്സൊക്കെ ഇട്ട് ആ ചെറിയൊരു ചെരുപ്പൊക്കെടാനുള്ള ഒരു സെന്റൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പോകല്ലേ. ഇവർ പോകുമ്പോൾ തന്നെ ഉന്നം തൂടി മൂട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ. മക്കക്കാരുടെ മുമ്പിലേക്ക് ഈ ശബ്ദം കൊണ്ട് ചെന്നപ്പോ മക്കക്കാര് പറഞ്ഞു, ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ. ഇക്കോലത്തിൽ ഇവിടെ നടക്കൂല, ഇതൊരു ഹറമാണ്, ഇതൊരു മക്കയാണ്. അപ്പൊ കറാമത്ത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ അതൊന്നും ആലോചിച്ചില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, ഇത് ഇവിടെ നടക്കൂല, അങ്ങനെയൊന്നും വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഷെയ്ഖിന് ദേഷ്യം പിടിച്ചു, ഭയങ്കര പ്രശ്നമായി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത്ര. അവസാനം ഷെയ്ഖ് പറഞ്ഞു, ഞാൻ ഇനിയും ആ പ്രശ്നത്തിലാണ്. തൻ്റെ മതിലിൽ കൂളെത്തിയോവർ, ആ ശബ്ദം ഉണ്ടാക്കിയുന്ന സാധനങ്ങളൊക്കെ പാട് പിടിച്ചിട്ട് മതിലുമേ അവിടെ കൊണ്ടുപോയി കൊളത്തിട്ട് പറഞ്ഞു, ഞാൻ ഇനി തവാഫ് ചെയ്യണില്ല, ഇനി വേണമെങ്കിൽ എന്നെ കഅബ തവാഫ് ചെയ്യണം, ഞാൻ അങ്ങനെ നിൽക്കും, ഇന്നെ കഅബ വന്ന് തവാഫ് ചെയ്യണം. ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടില്ല എത്ര കറാമത്ത്, ഇസ്മായിൽ നബിക്ക് ഇത്ര കറാമത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ മനുഷ്യന്മാർ ഇത് എഴുതി പാടി ചൊല്ലിക്കൊടുത്ത് ഭക്ഷണം കൊടുത്ത് പിരിച്ചു വിടുമ്പോൾ ഉസ്താദേ അതിൻ്റെ എന്താണ് പറയണതിൻ്റെ പൊരുളെന്ന് പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ചോദിക്കൂല. അതൊക്കെ ചിന്തിക്കാനൊക്കെ ആൾക്കാരെ ഏൽപ്പിച്ചിക്കുക. നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല. ചിന്തിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, ഓല് പറയണത് ഇങ്ങനെ ഏറ്റ് നടക്കുക. ഓല് തക്ബീർ വിളിച്ചാൽ മതി, പിന്നെ പാസ്സായി, പിന്നെ പറയണത് എന്താണെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ആ കൃതിയിൽ ആ ലേഖനത്തിന്റെ അവസാനം മുഹിയുദ്ദീൻ റിഫായി മാലോട് വായിച്ച പിന്നെ പറയുന്ന വാക്കെന്താ അറിയോ? അവസാനം കഅബ ഇളകി മറിയാൻ തുടങ്ങി, തവാഫ് തുടങ്ങി. കഅബ ഇങ്ങനെ ഇളകി തവാഫ് ചെയ്യാ. റിഫായി ഷെയ്ഖ് ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. ആകാശ ലോകത്തുനിന്ന് അല്ല വിളിച്ചു എത്രേ, റിഫായി അവിടെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞമ്മക്ക് പരിഹാരം ഉണ്ടാക്കാ. ആരാ വലുത്? നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹു അക്ബറാ പറഞ്ഞത്, കൈകെട്ടിയപ്പോ അല്ലാഹു അക്ബറാ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഇതോതിയപ്പോ റിഫായി അക്ബറാണ് അർത്ഥം. എന്തർത്ഥം? റിഫായി ഷെയ്ഖ് അല്ല അവിടുന്ന് വിളിക്കണം, റിഫായി അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, ഞമ്മക്കൊരു പരിഹാരം ഉണ്ടാക്കുക, ഇന്നെ ഇടങ്ങറാക്കല്ലേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് കേട്ടിട്ട് നിങ്ങൾക്കിത് ചൊല്ലണം എന്നാണ് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് വഴിക്ക് പോകാം. അവനവന് ചെയ്യാൻ പറ്റുന്നത് ജനാധിപത്യ രാജ്യമാണ്. പറഞ്ഞു കൊടുക്കില്ല നമ്മളെ പണി. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നമ്മുടെ മേൽ ഇത് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയാണ് ഉള്ളത്. റബീഉൽ അവ്വൽ അങ്ങ് കടന്നു വന്നപ്പോ നമ്മൾ ചൊല്ലിയിരുന്ന പാട്ടിന്റെ അർത്ഥം ചോദിച്ചോ? മദ്ഹാണെന്ന് പറഞ്ഞാൽ എന്തും അങ്ങ് ചൊല്ലാൻ പറ്റുമോ?
CM മടവൂരിനെ കുറിച്ച് പടച്ചോന എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു എന്ത് പാട്ടാണിത്? അത് മദ്ഹാണ് മൗലവി. അപ്പൊ എന്തും പാടാ. നബി തങ്ങളെ കുറിച്ച് പോലും പറയാണ്, നബി പോലും പറഞ്ഞിട്ടുണ്ട്, ലാ തത്റൂനി കമാ തറത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയം എന്ന ഈസാ നബിനെ ക്രൈസ്തവർ അമിതമായി പ്രശംസിച്ച് ദൈവമെന്നും ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ കുറിച്ച് പറയാൻ പറ്റാത്ത അമിതമായ പ്രശംസ പാടില്ല. ആവശ്യത്തിന് മധുഹൊക്കെ വേണം. അത് ഈ സദസ്സിൽ എത്രയോ തവണ പ്രവാചകരെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടൊരു ബക്കറ്റ് വെക്കൂല, സ്വലാത്തിന്റെ പേര് പറഞ്ഞൊരു പെട്ടി വെക്കൂല, സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടൊരു തട്ടിപ്പ് നടത്തൂല, സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കേന്ദ്രം ഉണ്ടാക്കൂല. എന്നാൽ സ്വലാത്ത് ചൊല്ലാൻ അതിന്റെ പുണ്യങ്ങൾ എല്ലാവരും ചൊല്ലാൻ പറയും. സ്വലാത്തിന്റെ പേരിൽ ഒരു ഗൂഗിൾ പേ നമ്പർ തരൂല. അപ്പോൾ ആൾക്കാർ പറയുങ്ങളോട് ഞങ്ങൾക്ക് സ്വലാത്തില്ലാഞ്ഞിട്ടാണ്. അതുപോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഒറിജിനൽ ഇല്ല എന്നുള്ള തോന്നലാണ്. കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ പരക്കുമ്പോൾ ഒറിജിനൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഒന്ന് പഠിച്ചു നോക്കി. ഇസ്ലാം പറയാണ്, ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് അള്ളാന്റെ ദീനാണ് നമുക്ക് കൃത്യമായി വഹീന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നത്. എന്നാൽ ആ നബിതങ്ങൾ ആ പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചോ? റബീഉൽ അവ്വൽ വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാ പാടിയത്? അസ്സലാമു അലൈക യാ അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. ഇവിടെ ഇങ്ങനെ റാലി ഇങ്ങനെ പോയി, ജീപ്പ് ഇങ്ങനെ കടന്നുപോയി, അറബിയിലെ പാട്ട് ഇങ്ങനെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആ നബിനെ പറ്റി എന്തോ സലാമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സലാമ് മാത്രമല്ല ബാക്കികൾക്ക് അസ്സലാമു അലൈക, നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. നിങ്ങൾ ആരാണ്? മാഹിദ്ദുനൂബ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. നമ്മളെ പാപമൊക്കെ പുറത്തു തരുന്ന ഇസ്തിഗ്ഫാർ തരുന്ന ആള് നബിയാണ്. അസ്സലാമു അലൈക, നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. നിങ്ങൾ ആരാണ്? ജാലിൽ ഖുറൂബി, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നവനാണ്. പിന്നെ പടച്ചോൻക്ക് ഇവിടെ എന്താ പണി? പിന്നെ നമ്മൾ അള്ളാന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? ഇതൊക്കെ മദ്ഹാണോ? കഴിഞ്ഞില്ല. അവിടുന്ന് ശറഫുൽ അനാമിൽ കാണാം, അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. ഒരു ഭാഗത്ത് പാട്ട്, മറുഭാഗത്ത് ദഫ്. ഇത് രണ്ടും കൂടി ആയപ്പോൾ നമ്മൾ ഫുള്ള് മദ്ഹിലാണ് ലയിച്ചു പോയി. എന്താ അർത്ഥം? അബ്ദുകൽ മിസ്കീനു യർജു, നബിയെ അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. ആദ്യം വായിച്ചു, ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ പാടരുത് അറിഞ്ഞില്ലേ? അവിടേക്ക് അപ്പം ഈ പോയത്. നബിയെ അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. ഖുർആൻ എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാഇന്റെ യാത്രയിൽ തൻ്റെ അടിമയെ കൊണ്ട് അല്ലാഹു തആല ഇസ്രാ നടത്തിപ്പിച്ച എത്ര പരിശുദ്ധവാനാ. അല്ലാഹ് പോലും നബിനെ വിളിച്ചത് അടിമ എന്നാണ്. എന്നാൽ അങ്ങനെ വിളിക്കണം എന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പൊ പറയണത്, നബിയേ നിങ്ങളുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. എന്തിനാ വരുന്നത്? ഫദ്ലകൽ ജമ്മൽ ഗഫീറു, പാപങ്ങൾ പുറത്തു തരണം നബിയേ. നബിയോ ഒരു ദിവസം 100 തവണ ഒരു പാപം ചെയ്യാത്ത നബി, സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസം 100 തവണ തൗബ ചെയ്യാറുണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ തൗബ എന്നത് മുഅ്മിനിന്റെ പ്രധാന ഘടകമാണ്. അതാരോടാ? നബിനോടാ. അത് ഈ വാക്കിൽ നബിനോടാണ് ജനങ്ങൾ ചെയ്യുന്നത്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ, അല്ലാഹുവിലേക്ക് കാരുണ്യത്തിന് വേണ്ടി ചോദിച്ചോ, അവൻ തവ്വാബാണ്, അവൻ റഹീമാണ്. ഇത് റബീഉൽ അവ്വൽ നമ്മളെ പള്ളിയിലും റാലിയിലും പാടിയ പാട്ടുകളുടെ അർത്ഥം വായിച്ചോ? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ അങ്ങാടിയിൽ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുത്തോ, റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്തോ, പേന വേണമെങ്കിൽ പേന ചോദിച്ചോ. ഇതാ ഈ വരികളുടെ അർത്ഥം എന്താണ്? നബിയെ കുറ്റമില്ല, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ട് പാപങ്ങളുടെ വാഹനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എനിക്ക് പരിഹാരം എന്താണ്? നബിയെ അങ്ങയോടാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. 1400 കൊല്ലം മുമ്പ് വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരൊക്കെ നബിയെ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ റിഫായി ഷെയ്ഖ് ഒന്ന് ഹാജരാകണമെങ്കിൽ കുത്തറാത്തീബ് നിഷേധിക്കാൻ പറ്റുമോ? കേരള യാത്രക്കാരെ, നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ കുത്തറാത്തീബ് ഞങ്ങളുടേതല്ല, ഞങ്ങൾ അറിയൂല, ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറയാൻ പറ്റൂ? സ്റ്റേജിൽ കയറിയിട്ട് റിഫായി ഷെയ്ഖിനെ വിളിച്ചിട്ട് ശരീരത്തിൽ ബ്ലേഡ് എടുത്ത് മുറിച്ച് വരകുന്ന യാ അഹ്മദ് അൽ കബീർ റിഫായി എന്ന് വിളിച്ച് കരയുന്ന, രക്തത്തിൽ ഒഴുകുന്ന കുത്തറാത്തീബ് നടത്തുന്നവരെ, ഇസ്ലാമിന്റെ പ്രമാണം ഒന്ന് പറ. ശരീരം വേദനിപ്പിക്കാൻ, മുറിയുണ്ടാക്കാൻ, എന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ പേര് വിളിച്ചുകൊണ്ട് കരയാൻ ഷിയാക്കൾക്ക് തെളിവുണ്ട്. ഷിയാക്കൾക്ക് അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ ചെന്നാൽ മുഹറത്തിന്റെ സമയത്ത് അവർ യാ അലി, യാ ഹസൻ, യാ ഹുസൈൻ എന്ന് ചെയ്യാറുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ തെളിവ് ഇസ്ലാമിക പ്രമാണമാണ്. അതിലെവിടെങ്കിലും ഈ കുത്തറാത്തീബ് കോഴിക്കോട് കോയക്കല്ലാതെ വേറെ ആർക്കാ അതുകൊണ്ട് ലാഭമുള്ളത്? കാണൂല. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം, ഓ ഇസ്ലാം നല്ലൊരു മതാട്ടോ, ഭയങ്കര റാത്തീബാണ്, ആ ചോരക്കണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇസ്ലാം കണ്ട് ചെല്ലണമെന്ന് തോന്നി, ഒരു മനുഷ്യൻ പറയോ? അത് കാണുന്ന ആൾക്കാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്കി. എന്നിട്ട് സ്റ്റേജ് രാത്രി 9 മണിക്ക് ശേഷം കുത്തറാത്തീബ് എടുത്ത് ചാടിക്കളിക്കുക. നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നു, ചെലവിന് കൊടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, വരിസംഖ്യ കൊടുക്കുന്നു. ഒരൊറ്റ ചോദ്യം, ഉസ്താദ് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പട്ടാമ്പിക്കാരനാൾ വന്നു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, പുത്തൻവാദിയാക്കരുത്, എന്നെ മുജാഹിദായി കൂട്ടരുത്, ഞാൻ പിഴച്ചോനായി നിങ്ങൾ മുദ്ര കുത്തരുത്, എനിക്ക് ചില സംശയങ്ങളാണ്, നിങ്ങളൊന്ന് എനിക്ക് ഡീസൻ്റായിട്ടൊന്ന് പറഞ്ഞു തരണം, എത്ര മണിക്കൂർ ഞാൻ വന്നിരിക്കാൻ തയ്യാറാണ്? നിങ്ങൾ ആ ചോദ്യം കൊണ്ട് ചെന്നാൽ ആദ്യം നിങ്ങളുടെ മുഖത്തടിച്ചിട്ട് പറയും നിനക്കും പിഴച്ചു. ചോദിച്ചിട്ടുള്ളൂ, അപ്പത്തിന് പിഴച്ചു. പിന്നെ തുടങ്ങും. പിന്നീട് പതുക്കെ എല്ലാവരും കൂടി മൂപ്പരങ്ങനെ നോക്കിയിട്ട് സൈഡാക്കാൻ തുടങ്ങും. പിന്നെ പതുക്കെ ആളുകൾ അദ്ദേഹത്തെ ഇട്ട് വിമർശിക്കാൻ തുടങ്ങും. അയാൾ ഇസ്ലാമിലുള്ളത് മാത്രം ചെയ്യാൻ തുടങ്ങിയാൽ ഓനെ നാട്ടുകാരൊക്കെ വിളിക്കും വഹാബി. ഇസ്ലാമിലുള്ളത് മാത്രം ചെയ്താൽ ഓന് പുത്തൻവാദി, വഹാബി. ഇസ്ലാമിൽ പരിചയമില്ലാത്ത 700 കൊല്ലം പഴക്കമുള്ള ഹദ്ദാദ് റാത്തീബ്, 400 കൊല്ലം പഴക്കമുള്ള മുഹയ്യദ്ദീൻ മാല, 300 കൊല്ലം പഴക്കമുള്ള കുതുബിയ്യത്ത്, സ്വലാത്ത് വാർഷികത്തിന്റെ പഴക്കം 35 കൊല്ലം, അറിവിൻ നിലാവിന്റെ പഴക്കം 5 കൊല്ലം, നൂറെ അജ്മീറിന്റെ പഴക്കം 4 കൊല്ലം. എങ്ങനെ എണ്ണി നോക്കിയാലും 1400 നമുക്ക് ടച്ച് ആവണില്ല. സുഹൃത്തുക്കളെ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത്, ഉസ്താദേ, പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദേ, നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. എന്റെ ചോദ്യം ഇതാണ്, ഇത് മഹത്തരമായ നബിതങ്ങളുടെ ചരിത്രത്തിൽ എവിടെങ്കിലും ഉണ്ടോ? ഈ സാധനങ്ങൾ എവിടെങ്കിലും ഉണ്ടോ? അവർ ചൊല്ലിയിട്ടുണ്ടോ? ഓല് പാടിയിട്ടുണ്ടോ? ഇല്ല. ശരി, അത് കഴിഞ്ഞ സ്വഹാബത്ത് ഏറ്റവും ഉത്തമരായ 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ കുത്തറാത്തീബ്, അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ അലിയാർ തങ്ങളെ വക കുത്തറാത്തീബ് ഉണ്ടായി, നിങ്ങൾ ചോദിക്കുക. ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാലോ. ചോദിക്കുന്നവനൊക്കെ വഹാബിയായി മാറും. സാരല്ല, ആ വിളി ഞങ്ങൾ അങ്ങ് സഹിച്ചു. അള്ളാന്റെ പേരാണ് വഹാബ്, അൻതൽ വഹാബ്, വഹാബികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാന്റെ ആൾക്കാരാണ്, ധൈര്യമായിട്ട് വിളിച്ചോളി. എന്നാൽ ഇവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്, ഇതിനെ പഴക്കണ്ട് സ്വഹാബിമാർക്ക് പരിചയമുണ്ടോ? ഹദ്ദാദ് റാത്തീബ്, മങ്കൂസ് മൗലൂദ്, ഷറഫ് ലനാ മൗലൂദ് അടക്കമുള്ള പുണ്യമാക്കി ചൊല്ലി പോരിശ പറയുന്ന ഇത്തരം ഗ്രന്ഥങ്ങൾ. ഇനി അത് കഴിഞ്ഞാൽ മദ്ഹബിന്റെ 4 ഇമാമിയങ്ങൾ ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാത്തിനും എന്താ പറയാ, ഞങ്ങൾ മദ്ഹബിന്റെ ആൾക്കാരാ, ഞങ്ങൾ ഇമാം ഷാഫിന്റെ ആൾക്കാരാ, നിങ്ങൾക്ക് മദ്ഹബില്ലല്ലോ. ഞങ്ങൾക്ക് മദ്ഹബുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു മദ്ഹബിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇമാമ്, ഈ എണ്ണിപ്പറഞ്ഞ ഹദ്ദാദ് റാത്തീബ്, മങ്കൂസ് മൗലീദ്, ഷറഫ് ലനാമ്, മുഹയ്യദ്ദീൻ മാല, കുത്തറാത്തീബ്, നിങ്ങളുടെ നാട്ടിൽ കിഴക്കോത്തങ്ങാടിയിൽ ആരൊക്കെ എന്തൊക്കെ പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ച പുസ്തകമുണ്ടോ ഒക്കെ എണ്ണി നോക്കിയിട്ട് ചോദിക്കുക, ഇത് ചൊല്ലിയാൽ ഇത്ര കൂലി. എന്താ നമ്മളെ വകയല്ല, ഞാൻ വെറുതെ പറഞ്ഞില്ല, ഇതിന് കൂലി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരു കാര്യത്തിന് കൂലി പറയേണ്ടതാരാ? പ്രതിഫലം പറയേണ്ടതാരാ? അല്ലാഹ്. നമ്മൾ ഇഷ്ടത്തിന് പറയാൻ പറ്റുമോ? എന്നാൽ ഇതിനങ്ങനെയല്ല, പ്രതിഫലം പറയുന്നുണ്ട്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മുഹയ്യദ്ദീൻ മാല തെറ്റുകൂടാതെ തജ്വീദ് അടിസ്ഥാനത്തിൽ മഖ്റജൊക്കെ ശരിയാക്കി പാരായണം ചെയ്താൽ സ്വർഗത്തിൽ ഒരു മാളിക തരുന്നതാണ്. ഇതാരാ പറഞ്ഞത്? സ്വർഗം തരാന്ന് പറയണമെങ്കിൽ അതൊന്നുകിൽ അള്ളാഹ് പറയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വഹീൽ വരണം. ഇതങ്ങോട്ട് പറയാ, അങ്ങോട്ട് ചൊല്ലിപ്പിക്കുക, അങ്ങോട്ട് പുണ്യം നിശ്ചയിക്കുക. 12 റക്അത്ത് നോക്കിട്ടാ നമ്മളെ ഖുർആനോദ. റമദാൻ വരാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇത് റമദാനിന്റെ മുമ്പായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാ, ചിന്തിക്കാനും മനസ്സിലാക്കാനും പട്ടിണി കിടന്ന് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പടച്ചോൻക്ക് കൊടുക്കാൻ തീരുമാനിച്ചതാണല്ലോ റമദാൻ. ചിന്തിക്കണം, നമ്മൾ ഈ പട്ടിണി കിടക്കുന്നത് സ്വീകരിക്കണ്ടേ? അത് പടച്ചറബ് കബൂലാക്കണ്ടേ? എന്താ ഒന്നാമത്തെ മാനദണ്ഡം? അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. 2 നബിനെ പിൻപറ്റി ചെയ്തിട്ടുണ്ടാവണം. 3 ചെയ്യുമ്പോൾ ഇത്തിബാഅ് ചെയ്ത് റബ്ബിനെ അത് കബൂലാക്കി സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
എങ്കിലെങ്ങനെയാണെന്ന് ആലോചിച്ചോക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ, ഇത് അള്ളാഹുവിന്റെ ദീനിനോട് യോജിക്കുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വായിച്ചു നോക്കണം. നമ്മൾ ഓരോന്നിലെയും ഇടകേറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. സ്വഹാബത്തിനറിയില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കറിയില്ല, പ്രമുഖരായ ആർക്കും ഇത് കണ്ടു പരിചയമില്ല. ഇത് പുതിയ കാലത്തിലേക്ക് നമ്മുടെ ഇടയിലേക്ക് കയറി വന്നതാണ്. ഇനി ഒന്നാലോചിച്ചൊക്കെ, ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ നാട്ടിൽ ഇന്ന് കച്ചവടത്തിനാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ആരോപണമാണെങ്കിൽ നാളെ നിങ്ങൾക്ക് മറുപടി തരും. ഞാൻ പറഞ്ഞത് വെറുതെയാണെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇസ്ലാമിലെ സുപ്രധാനമായ കാര്യങ്ങൾ വരെ കച്ചവടാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വലാത്ത്, ഇസ്ലാമിൽ എന്തിനാ സ്വലാത്ത്? നമുക്കൊരു വാർഷികം ഉണ്ടാക്കാൻ, ചാക്കൊഴുകാൻ, പെട്ടി ഉണ്ടാക്കാൻ, എല്ലാത്തിനും ചൂഷണമായി. ഇസ്ലാമിലെ സ്വലാത്ത് എന്താ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇതൊക്കെ നമുക്ക് അറിയണ ആയത്തന്നെ. സ്വലാത്ത് ചൊല്ലിയ എന്താ കൂലിയുള്ളത്? മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ സ്വല്ലാ ബിഹാ അലൈഹ അശ്റ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ രേഖപ്പെടുത്തും. സ്വലാത്ത് ചൊല്ലാത്ത വ്യക്തി ബഖീലാണ്, പിശുക്കനാണ്. അതുകൊണ്ട് നമ്മൾ ഒറിജിനലായി ദീന് പഠിപ്പിച്ച സ്വലാത്ത് നമ്മൾ ചൊല്ലണം. ഇബ്രാഹിമി സ്വലാത്താണ് ഇസ്ലാം അത് പഠിപ്പിച്ചതിൻ്റെ 7ഓളം രൂപങ്ങൾ ചെറുതും വലുതുമായിട്ട് പഠിപ്പിക്കപ്പെട്ടുണ്ട്. എന്നാൽ അതിലെവിടെയും സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടാകൂല. അത് കൊടക്കാട് തങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കിയതാണ്. മൂപ്പർക്ക് കായ് ഉണ്ടാക്കണമെങ്കിൽ ഇബ്രാഹിമി സ്വലാത്ത് പറ്റൂല. അപ്പൊ കൊടക്കാട് തങ്ങളൊരു സ്വലാത്ത് ഉണ്ടാക്കി, സ്വലാത്തുൽ ഫാത്തിഹ. കൊടുവള്ളി അങ്ങാടിയിൽ നിന്ന് ബസ് വിളിച്ച് പാലക്കാട് എൻ്റെ നാട്ടിലേക്ക് കൊടക്കാട് അങ്ങാടിക്ക് എന്തിനാ ഒരു വരുന്നത്? അവിടെ സ്വലാത്തുണ്ട്. അത് ഏത് സ്വലാത്താ? സാധാരണ നമ്മളൊക്കെ വീട്ടിലിരുന്ന് അങ്ങ് എത്ര വേണമെങ്കിലും ചൊല്ലാം, അതിന് പെട്ടി ആവശ്യമില്ല, അതിന് പൈസ കൊടുക്കണ്ട. ഇത് പ്രത്യേകമായ സ്പെഷ്യലാണ്. സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടാക്കിയതാരാ? ഈ പറഞ്ഞ കേരളക്കാരനായ ഒരു മനുഷ്യനല്ലേ? താജുസ്സലാത്ത്, കെഞ്ചുൽ അർശ്, സിൽസിൽ ബൗലി അടക്കമുള്ള സ്വലാത്തുണ്ട്. നബിനെ സ്വപ്നം കാണാനുള്ള സ്വലാത്ത്, യാത്ര ഹാസിലാകാനുള്ള സ്വലാത്ത്. ഇതൊന്നും ഇസ്ലാമിലില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവെന്താ അറിയോ? ഒരു മയ്യത്തിനെ കൊണ്ടുവന്നു. മയ്യത്ത് കൊണ്ട് ഈ നാട്ടിൽ അങ്ങാടിയിൽ ആൾക്കാർ ഇരുന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ മുജാഹിദ് ആവേണ്ട മനുഷ്യന്മാരെ, നിങ്ങളൊന്ന് കേട്ടാൽ മതി. ഇതൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ച് ഇമാമ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉസ്താദിന്റെ വക കുറച്ച് വസിയത്ത് ഉപദേശങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ ഒരു പറയും നിസ്കാരത്തിന്റെ രൂപം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1ാമത്തെ തക്ബീറിൽ നമ്മൾ കെട്ടിയിട്ട് ഫാത്തിഹ ഓതണം. 2ാമത്തെ തക്ബീർ ശ്രദ്ധിച്ച് റെക്കോർഡ് ചെയ്തോളൂ. 2ാമത്തെ തക്ബീറിൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലണം എന്നാ പറയാ. എത്ര പോരിഷണ്ടിച്ചെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ എന്താ പറയാത്തത്? അത് ഈ പഠിപ്പിച്ച സ്വലാത്തിൽ അതില്ല. ഇത്രക്ക് പോരിഷുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന്റെ ഇടയ്ക്ക് ക്യാൻസർ മാറ്റുന്ന 3 ഡയാലിസിസ് ഉള്ള ആൾക്ക് ഡയാലിസിസ് വേണ്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിവുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇവിടെ ഈ സ്വലാത്ത്? അതൊന്നും പറ്റൂല. ഇബ്രാഹിം സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത്. അതാണ് നമ്മളും പഠിപ്പിച്ചത്. അതാണ് ദീനിലുള്ള സ്വലാത്ത്. എന്നിട്ട് ഈ സ്വലാത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്നിട്ട് അതിന് കൊടിമരം വെക്കുക. എന്നിട്ട് കൊടിമരത്തുമ്പോ കാക്ക തൂറി എന്ന് പറഞ്ഞിട്ട് കാക്ക പമ്പേഴ്സിട്ട് നടക്കാൻ പറ്റുമോ? അതിന് ഒഴിവുണ്ടാകുമ്പോൾ ഉള്ളടത്ത് പറ്റുന്നോടത്ത് തപ്പിട്ട് പോകും. അതിനൊന്നും മനുഷ്യന്മാർ കാക്കനെ കൊന്നിട്ട് കാര്യമല്ല. അത് നമ്മക്ക് ബോധം വേണം. എന്നിട്ട് സ്വലാത്ത് അങ്ങ് തുടങ്ങിയിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞത് എത്തിയും കുട്ടികളെ കെട്ടിക്കാനുണ്ട്. അതിനാണ് സ്വലാത്ത്. തർക്കടില്ല. അത് അമൃതാനന്ദമായി അവിടെ 37 കുറേ ചെയ്യുന്നുണ്ട്. സത്യസായിബാബ 37 മൂപ്പർ അവിടെ കഴിഞ്ഞ കാലത്ത് മൂപ്പർ കുറേ ചെയ്തിട്ടുണ്ട്. അതിന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എത്തിയും കുട്ടികൾ കെട്ടിക്കണമെന്നില്ല. അവിടെ അവസാനിച്ചില്ല. സ്വലാത്തിന് വന്ന മനുഷ്യന്മാർക്കൊക്കെ തേനൊക്കെ കൊടുത്തിട്ട് എല്ലാവരോടും ഒരു വസിയത്തിന്റെ മൂപ്പര വക, സ്വലാത്തുൽ ഫാത്തിഹിന്റെ വക. എന്താ പറയണേ? നിങ്ങളെല്ലാവരും ഇവിടെ അമുസ്ലിങ്ങളായ ആളുകളുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്തൊരു വസിയത്താണ്! ഈ സമുദായത്തിന്റെ പൈസ എടുത്തിട്ട് ഈ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ടുവന്ന് സദസ്സിലെത്തിയിട്ട് അവരോട് പറയണേ, ഇവിടെയുള്ള അമുസ്ലിമീങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ തേനെടുത്ത് കുടിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കച്ചവടത്തിന് എന്താണ് നമ്മൾ മിണ്ടാത്തത്? ഇത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നതിന് പകരം എല്ലാത്തിനും കൊടി ഉയർത്താനും എല്ലാത്തിനും പതാക ഇട്ടുകൊടുക്കാനും നമ്മളെ നേതാക്കന്മാർ പോകുമ്പോഴാണ് ഇത് നിങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വന്നത്. അവസാനിച്ചില്ല. തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾക്ക് പോകാനുള്ള കാശ് റെഡി. എടമുട്ടം വരെ പോകാൻ തയ്യാറുണ്ടോ? കൂരിക്കുഴി തങ്ങളുടെ സ്വലാത്ത് നടന്നു. 30 വകയാണ് സ്വലാത്ത് ഉണ്ടാക്കി തുടങ്ങി. കുറച്ചു കാലം കുഴപ്പമില്ലാതെ പോയി ആളിങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ. വേണ്ടാത്തതിന് നല്ല ആള് കൂടും.
ആള് കൂടി വന്ന അവസാനം ഒരു സ്വലാത്തങ്ങ് തുടങ്ങിയ സമയത്ത് വികലാംഗനായ ഒരു മനുഷ്യൻ വന്ന് കസേരയിൽ വന്നിരുന്നു. അയാൾ പെട്ടിക്ക് 2000 രൂപ ഇട്ടുകൊടുത്തു. പിന്നെ മൂപ്പര് തങ്ങളെ വക 2 ദുആയുണ്ടായി. അവസാനം സ്വലാത്തൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ വികലാംഗനായ വൈകല്യമുള്ള മനുഷ്യൻ എഴുന്നേറ്റ് ഭിന്നശേഷിക്കാരനായ ഇയാള് പിന്നെ പോണത് എല്ലാവരും ഇടയിൽ കൂടെ നടന്നിട്ട് 2 കൈയും വീശിട്ട് ടിപ്പ് ടോപ്പായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. തങ്ങളെ വക അവിടെ കണ്ടോ സുബ്ഹാനല്ലാഹ് തക്ബീർ ചൊല്ലു. എല്ലാവരും തക്ബീർ കണ്ടോ. വികലാംഗനായ ഭിന്നശേഷിക്കാരനായ മനുഷ്യൻ ഈ സ്വലാത്തിന്റെ പെട്ടിയിൽ പൈസ ഇട്ട് കൊടുത്തു. ഇപ്പോഴതാ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഒരു നോർമൽ മനുഷ്യനെ പോലെ സന്തോഷത്തോടെ നടന്നു നീങ്ങുന്നു. ഈ സ്വലാത്തിന്റെ മഹത്വമാണ്. ഇതൊക്കെ നബിയുടെ കച്ചവടം ചെയ്യുന്ന എന്തൊക്കെ അവിടുത്തെ അവസ്ഥ ആലോചിച്ചു. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നി, എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുറെ മനുഷ്യന്മാർ ഇങ്ങനെ ചിന്തിക്കണ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് 2-3 ആൾക്കാർക്ക് തോന്നി എത്ര പെട്ടെന്നൊരു സ്വലാത്തുകൊണ്ട് ഇപ്പൊ അത് മാറുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് വെറുതെ കോഴിക്കോട്ട് അങ്ങാടിക്ക് ആംബുലൻസ് ഇങ്ങനെ കയറ്റി വിടണ്ട, നേരെ അങ്ങോട്ട് വിടുക. അപ്പൊ ആൾക്കാർക്ക് ചില സംശയം തോന്നിയിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് കൂടി നോക്കുമ്പോൾ പിറ്റേ ദിവസം പേപ്പറിൽ വന്നു, അവരെ സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ വന്നു. എന്താ വന്നറിയോ? നാടക നടനെ കൊണ്ടുവന്ന് അഭിനയിച്ച് പണം ഇടിയിപ്പിച്ച് ആദ്യം പോക്കറ്റ് കൊടുത്തുക്കണു. എന്നിട്ട് ഇത് വരുമ്പോൾ ഇടണം എന്ന് പറഞ്ഞുക്കണു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നേരെ നടക്കണം എന്ന് പറഞ്ഞുക്കണു. അഭിനയ നടനെ കൊണ്ടുവന്ന് നടത്തിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇപ്പൊ സ്വലാത്ത് നടക്കണില്ല. മനസ്സിലായോ? പൊളിയാൻ ഇത്ര ചാൻസേ വേണ്ടുള്ളൂ. അതിൻ്റെ ഉള്ളൊന്ന് കീറാൻ ഒരു ചാൻസേ വേണ്ടുള്ളൂ. അപ്പൊ സ്വലാത്ത് എന്തിനാണ്? നമ്മുടെ നന്മക്കും പടച്ച റബ്ബിന്റെ പുണ്യം പ്രതീക്ഷിച്ചും നബിതങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന പലരുടെയും ജീവിത മാർഗത്തിന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ദിക്ർ ഇസ്ലാമിൽ എന്തിനാ? നമ്മൾ അല്ലാഹനെ ഓർക്കാൻ. ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, അല്ലാഹനെ നന്നായി സ്മരിക്കണം. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള നിന്റെ നാവ് നനഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർന്നിട്ടില്ല, സാമ്പിൾ പറഞ്ഞതാ. ഇതൊക്കെ ഹദീസിലുണ്ട്, പഠിപ്പിച്ച നബിതങ്ങളിൽ നിന്ന് മാതൃകയുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചില മഖാമുകളിൽ ദുആ, ദർഗകളിൽ ദുആ മജ്ലിസ്, ദർഗകളിൽ ദിക്ർ മജ്ലിസ്, എന്നിട്ട് എന്താ ചൊല്ലും, എന്താ പറയുന്നത്, എന്താ പാടിക്കൊണ്ടിരിക്കുന്നത്? ചിലരൊക്കെ എഴുതി വെച്ചു, അവരുടെ ദിക്റിൽ എഴുതി വെച്ചു, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ. എന്താ ഒക്കെ എൻ്റെ നാക്കും അല്ലല്ലാതെ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം വെച്ച് ശരിക്കും വായിച്ചോക്കി വേറൊരു മതത്തിലേക്കാണ് അതിൻ്റെ വാക്ക് പോകുക. വേറെ ഒരാൾ ദിക്ർ പഠിപ്പിക്കാണ്, ഈ ഔലിയ പാപ്പ ഇന്നതാ ചൊല്ല, എന്താ ചൊല്ലണത്? അനജാമൂ സുന്നനജാമൂ 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 സുൻ. സമാധാനം. അനഹിമാറുൻ അനഹിമാറെന്ന് പറയാത്ത ഭാഗ്യം. ജാമൂസ് പറഞ്ഞാൽ ഞാൻ പോത്താണെന്നാണ്, ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുതെന്നാണ്. ഈ ആദ്യ ആൾക്കാർക്ക് അത് പറയലേക്കും നന്നാവുക. അനജാമൂസുൻ 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 35 തവണ പറയണം. നമ്മൾ എതിർത്തു. അപ്പോൾ നിങ്ങൾക്ക് ദിക്റില്ല. ഇമാതിരി പൊട്ടത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ജനങ്ങളെ കൊണ്ട് യഥാർത്ഥ ദിക്ർ ചൊല്ലേണ്ട മനുഷ്യരെ കൊണ്ട് ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത സൂഫികളുടെ ത്വരീഖത്തുകളുടെ പൊട്ടത്തരങ്ങളെ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് സാധുക്കളെ കൊണ്ട് പണം മേടിച്ച് ചെയ്യിപ്പിക്കുന്ന ഇപ്പരിപാടി ഇസ്ലാമിലെ ദിക്റല്ല. അവിടുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എല്ലാ മനുഷ്യന്റെയും കൽബുകൾക്ക് സമാധാനം കിട്ടുന്നതാണ് ദിക്റുകൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ ഓർമ്മിച്ച് സ്മരിച്ച് ദിക്ർ സമാധാനം കണ്ടെത്തുന്ന സാധനം. അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പാടില്ല. പിന്നെയും നമ്മുടെ നാട്ടിൽ വരുമാനങ്ങളാണ് ഖബർ സിയാറത്ത്. അല്ലാഹുവേ, ഒരാളെ ഖബർ സന്ദർശിക്കണമെങ്കിൽ ഒരു 500 രൂപ മൂപ്പർക്ക് ചുരുങ്ങിയത് ഉസ്താദിന് കൊടുക്കണം. അതിന് പുറമെ ചില സ്ഥലത്ത് ഖബർ കൊണ്ട് നടക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? മഖാം ഉണ്ടാക്കണം. ദർഗകൾ തിരുവനന്തപുരത്ത് ഭീമാപള്ളി മുതൽ കാസർഗോഡ് അങ്ങോട്ട് ഉള്ളാളത്തേക്ക് വരെ നീങ്ങിയാല് ഇന്ത്യയിലെ 4000-ലധികം മഖാമുകളുണ്ട്. അതിൽ നല്ലൊരു ശതമാനം നമ്മുടെ നാട്ടിലാ, കേരളത്തിലാ. കാരണം ഈ ആദ്യ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ആളുകളിൽ നിന്ന് ഒരാള് നമ്മുടെ വീട്ടിലെ നാട്ടിലെ ഏതെങ്കിലും ഒരാളുടെ ഖബർസ്ഥാനിൽ പോയി ആ വ്യക്തി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നാട്ടുകാർക്കാർക്കും പൈസ ഇട്ടൂല. അപ്പൊ ഇതിനെന്താ മാർഗം? അതിന് മഖാമു സിയാറത്തുകൾ ഉണ്ടാക്കണം.
എന്നിട്ട് അമീർ വേണം. പണ്ട് ഹജ്ജിന് ഉംറക്ക് അമീർ കേട്ടിട്ടില്ലേ? ഇപ്പൊ ബസ്സിന്റെ പരസ്യം എന്താ? അമീറിന്റെ കീഴിൽ ഉംറക്ക് പോണ പോലെ അമീറിന്റെ കീഴിൽ സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്നു. എവിടേക്കാ ഉസ്താദ് പോണത്? അജ്മീർ, ഉള്ളാള്, നാഗൂർ, മുത്തുപ്പേട്ട, CM മടവൂര്, പിന്നെ മഞ്ഞക്കുളം ഒലിയ നമ്മുടെ പാലക്കാടുള്ളതാണ്. പിന്നെ അങ്ങനെ പറ്റുന്നിടത്തൊക്കെ കൊണ്ടുപോകും. അവിടെയൊക്കെ കൊണ്ടുപോയി പൈസ ഇട്ട് കൊടുക്കുക. പറയുമ്പോൾ ഉസ്താദിന്റെ വക ഇതൊക്കെ ഉണ്ടാവും, ഉസ്താദിന് എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ എല്ലാവരും കുറേ പൈസയൊക്കെ കൊണ്ടുപോയി വിറ്റ് സമാധാനമായിട്ട്. ഞാൻ ഒരുപാട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടൊരു മക്കാമ സിയാറത്ത് ചെയ്ത് പോയി വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാണ് ഈ യാത്ര? എന്തിനാ ഖബർ സിയാറത്ത്? ഇസ്ലാം പഠിപ്പിച്ചത് ഒരു പൈസ മാർഗമാണോ? നബി തങ്ങൾ പറഞ്ഞു, സൂറുഹാ, ഖബർ സന്ദർശിക്കണം. അലാ തസൂർ, നിങ്ങൾ സന്ദർശിക്കണത് എന്തിനാണ്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ, മരണമോർക്കാനാണ്, പരലോകമോർക്കാനാണ്, പരലോകത്തേക്ക് ചിന്തിക്കാനാ, മനുഷ്യൻ നന്നാവാനാ, കരയാനാണ്, കൽബ് ശരിപ്പെടാൻ വേണ്ടിയാണ് ഖബർ സിയാറത്ത് ചെയ്യണം. പ്രിയപ്പെട്ട ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, മാതാപിതാക്കളാണ്, ഖബറിൽ കിടക്കുന്നത് ആരുമാകട്ടെ, ഇന്ന് അയാളുടെ അവസ്ഥ അതാണെങ്കിൽ നാളെ ഞാനും മരിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഞങ്ങളും വരാനുള്ളവരാണ്. നമുക്ക് അധികം വൈകാതെ അവസാനിപ്പിക്കണം. ശ്രദ്ധിക്കുക. അപ്പോൾ ഖബർ സിയാറത്ത് എന്തിനാണ് ഇസ്ലാം പറഞ്ഞത്? മനുഷ്യൻ പരലോകവും മരണവും ഓർക്കാനും, ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനും, കരയാനും, കണ്ണീരോടെ വരാനും, കൽബൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും, പിണക്കങ്ങളൊക്കെ മാറ്റാനും, അള്ളാഹുവിലേക്ക് അടുക്കാനൊക്കെയാണ് ഈ ഖബർ സിയാറത്ത് ഇമാം ഷാഫി തങ്ങളൊക്കെ കൊടുത്ത 5 ഗുണങ്ങൾ അതിലൂടെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഖബർ എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പാണ്. കിഴക്കോത്തങ്ങാടിയിലെ മക്കാമിന്റെ ചരിത്രം വായിച്ചോ? കിഴക്കോത്ത് ജാറത്തിന്റെ മക്കാമിന്റെ ചരിത്രം ഞാനൊന്ന് പഠിച്ചു. നല്ല വയലറിയാൻ പറ്റുള്ളൂ. ആ മക്കാമിൽ കിടക്കുന്ന വ്യക്തിയുടെ പേരെന്താണെന്നറിയില്ല. ഒരു സ്ഥലത്തൊരു സമയത്ത് അവിടെ വല്ലാത്തൊരു വരൾച്ച ബാധിച്ചപ്പോൾ ഒരു മൃതശരീരം കിട്ടി. നാട്ടിലെ ചില ആൾക്കാരൊക്കെ പറഞ്ഞുവത്രേ. ആര് പറഞ്ഞുവത്രേ? ആരോ പറഞ്ഞു, ഈ മയ്യിത്ത് നല്ല ഒരു സ്വാലിഹാണെങ്കിൽ ഞങ്ങൾക്ക് മഴ കിട്ടട്ടെ, മഴ കിട്ടിയാൽ നല്ല ആളാണ്. അപ്പൊ നല്ലൊരു മഴക്കാലം, മഴ പെയ്തു ഉഷാറായി. ആൾക്കാർ തീരുമാനിച്ചത് നല്ലൊരു സ്വാലിഹാണ്. ശരി, സ്വാലിഹാണ്, കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് കെട്ടിപ്പൊക്കണം, നമ്മൾ സിമെന്റ് ഇട്ട് പൂശണം, പച്ച വിരിക്കണം, പെട്ടി വിരവ് വെക്കണം. ഇതൊക്കെ നമ്മളെ വക. നല്ല മനുഷ്യനാണെങ്കിൽ നല്ല മനുഷ്യനാവട്ടെ. ബാക്കി ആരെ വകേ? നമ്മളെ വക. എന്നിട്ട് കെട്ടി ഉയർത്തി ചരിത്രം പറയാണ്, ഈ മക്കാമിലേക്ക്, ഇത് ഉസ്താദുമാരാണ് പറയുന്നത് കേട്ടോ, യൂട്യൂബ് കിടക്കുന്ന വീഡിയോസാണ്. ഈ മക്കാമിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. എന്തിനൊക്കെയാണ്? ഒരിക്കൽ അവിടെ ഒരു ആന ഇറങ്ങുകയുണ്ടായി. ആന വന്ന സമയത്ത് അവിടെ ആനവരവുണ്ടായിരുന്നു. ആന വന്നപ്പോൾ ഒരു സാധുവിൻ്റെ മനുഷ്യന്റെ കാലുമ്മ ചവിട്ടിയപ്പോ അവിടെ ആ മനുഷ്യന്റെ കാലുമ്മ കിട്ടിയ ചവിട്ട് മാറാൻ ഈ മക്കാമിലുള്ള വെളിച്ചെണ്ണ കൊണ്ടുപോയി തേച്ചപ്പോൾ ആ മുറി അങ്ങ് ഉണങ്ങി. മൂപ്പര കറാമത്താണ്. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, ഈ മക്കാമിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. എന്തിനാണ്? ടെൻഷൻ മാറാനാണ് വരുന്നത്. ഞാനത് കേട്ടപ്പോൾ ഒന്നാലോചിച്ചു. സ്വഹാബത്ത് ഖബറിന്റെ അടുത്ത് വന്ന് ടെൻഷൻ അടിക്കായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹത്താ ബല്ല സറാ, താടിരോമങ്ങൾ നനയാൻ മാത്രം കുതിർന്ന രൂപത്തിൽ കരയുന്നത് കണ്ട സ്വഹാബത്തുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഖബർ കാണുമ്പോ കരയുന്നത്? അപ്പം മറുപടി പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ പരലോക ഭവനമാണ്. അവിടെ രക്ഷപ്പെട്ടാൽ ഭാവി രക്ഷപ്പെടും, അവിടെ കുടുങ്ങിയാൽ എല്ലായിടത്തും കുടുങ്ങിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് പറഞ്ഞു. നമ്മുടെ നാട്ടിലത്തെ ആളോട് കിടക്കട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ നാട്ടിലത്തെ വിഷയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഷറഫാക്കപ്പെട്ട ഒരാളിഞ്ഞ് ലോകത്തുണ്ടോ? ഇല്ല. നമ്മളൊക്കെ 2 കൂട്ടർ അംഗീകരിക്കുമല്ലോ. ശരി, മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പാണ് നബി തങ്ങൾ ഇങ്ങനെ സ്വഹാബത്തിനെ വിളിക്കുന്ന, ഭാര്യമാരെ അടുത്ത് വിളിച്ചിട്ട് എന്തോ പറയുന്നുണ്ട്.
പ്രയാസം കൊണ്ട് പറയാൻ കഴിയുന്നില്ല. ഈ നേതാവിനെ ഇഷ്ടപ്പെടുന്നവർ ഇനി പറയുന്ന വാക്ക് കേൾക്ക്. മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പാണ് വസിയത്ത്. സഹാബത്തിന് ഇങ്ങനെ ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് കിട്ടിയിട്ടുണ്ട് ട്ടോ. ഒരു കാരണം പറയാണ്, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാർ മരിച്ചാൽ അവിടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മസ്ജിദുകളാക്കി അവർ ചെയ്യും. നിങ്ങളാ പണി ചെയ്യരുത്, അത് ശാപം കിട്ടുന്ന കാര്യമാണ്. ഇന്നും മദീനയിൽ അതിന് സമ്മതിച്ചിട്ടില്ല. അതിനേക്കാൾ വലിയ കറാമത്താണോ നമ്മുടെ നാട്ടിലുള്ളത്? നബി തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഒന്നുകൂടി പ്രാർത്ഥിച്ചു പടച്ചവനോട്. വലിയൊരു നേതാവല്ലേ. നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്. മദീനത്ത് ഉറൂസില്ല, മദീനത്ത് ഉറൂസില്ല, ചന്ദനക്കുടമില്ല, അപ്പവാണിപ നേർച്ചല്ല. കഴിഞ്ഞ ആഴ്ച അവിടെ പരിപാടിക്ക് പോയിരുന്നു. അപ്പവാണിപ സ്ഥലത്ത് ഇടിയങ്ങര മിഷ്കാത്തിന്റെ ഷെയ്ഖിന്റെ പള്ളിന്റെ അടുത്ത് അപ്പവാണിപം. എന്താ കഅബന്റെ അല്ല, അവിടുത്തെ കബറിന്റെ അടുത്ത് എന്താ പരിപാടി? അപ്പവാണിപ നേർച്ച. എന്താ? അസുഖം വന്നാൽ അസുഖമുള്ള അവയവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കാണിക്ക വെക്കുക. കണ്ണിന് തിമിരം ബാധിച്ചവർ കണ്ണപ്പം കൊണ്ട് ചെല്ലുക, ചെവി കേൾവിക്കുറവുള്ളവൻ ചെവിയപ്പം കൊണ്ട് ചെല്ലുക. ഇതൊന്നും ഒരു സ്വഹാബത്തിനോ സാബിയങ്ങൾക്കോ ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയ ഒരു തലമുറക്ക് പോലും പരിചയമില്ല. അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ കറാമത്ത് പറഞ്ഞുണ്ടാക്കിയിട്ട് എന്തെല്ലാമാണ് മക്കാമുകളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എന്നിട്ട് അവിടെ ആഘോഷ കേന്ദ്രമാക്കി മാറ്റുകയാണ്. നല്ല പതാക ഉയർത്തലും അന്നദാനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ആന വരുന്നു. എന്തിനാ? ഖബർ സിയാറത്തിന് ആന. പിന്നെ പെട്ടിവരവുണ്ട്, ഉത്സവങ്ങളുണ്ട്, ജിലേബി കച്ചവടമുണ്ട്, ബലൂണ് കച്ചവടമുണ്ട്, ഗംഭീര ആഘോഷമാണ്. ആണും പെണ്ണും നിരന്ന് നടക്കുകയാണ്. യാതൊരു ഫിത്തിനയുമില്ല, ഒരു പരാതിയുമില്ല, ഒരു മഹല്ലിലും നോട്ടീസ് വരൂല. എന്ത് ധൈര്യം! വീഡിയോസ് എടുത്ത് നോക്കി നിങ്ങൾ ഓരോ ഉറൂസുകളുടെയും കോലെന്താണ് എന്നിട്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. അവിടേക്കന്നെ എത്തി. എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ മക്കാമുകളുടെ ചരിത്രം നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ട്? ഏതെങ്കിലും 5 എടുത്ത് വായിച്ചാൽ മതി, നമുക്ക് പൊളിയും. ഞാൻ 5 ഞാൻ പറയാം, ബാക്കി 5 നിങ്ങൾ പഠിച്ചു നോക്ക്. അവിടുന്ന് തുടങ്ങാം. നമുക്ക് കാസർഗോഡ് നിന്നാണല്ലോ എല്ലാ യാത്രയും തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങാം. സയ്യിദ് മദനി ഉള്ള ആളത്തെ സയ്യിദ് മദനിക്ക് എന്താ അത്ഭുതങ്ങളുള്ളത്? സയ്യിദ് മദനി കടലിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അത്രേ, കടലിൽ പായിട്ടിട്ട് ഇങ്ങനെ നിസ്കരിക്കും മുപ്പരും. അതുകൊണ്ട് ആ മക്കാമിൽ ചെന്ന് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന വിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ കറാമത്തും എന്തിനാ പഠിപ്പിക്കുന്നത്? അവിടെ ചെന്നാൽ പരിഹരിക്കപ്പെടുന്നതാണ്. അത് കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിൽ വന്നാൽ പിന്നെ കാണാൻ കഴിയുന്നത് കാഞ്ഞങ്ങാട് പരിസരത്തുണ്ടൊരു ജാറത്തിന്റെ വ്യക്തിക്ക് പേര് പോലുമില്ല. പേര് വേണ്ട, ഒരു കബർ കെട്ടി അങ്ങോട്ട് പൊക്കുക, 150 റുപ്യക്ക് ഒരു സിമെന്റ് മേടിച്ചിട്ട് കുറച്ച് മെറ്റലിടുക, പറ്റും ഒരു നല്ല പച്ച ഷാള് കൊടുന്ന് വിരിക്കുക, നല്ലൊരു പേരിടുക. ഈ ജാറത്തിന്റെ പേര്, കാഞ്ഞങ്ങാട് പള്ളിയുടെ മഖാമിന്റെ പേര് മുട്ടും തല ഔലിയാ റളിയല്ലാഹു അൻഹു. എന്താ പേര്? മുട്ടും തല ഔലിയ. എന്താ? അത് 2 അവയവാണല്ലോ. അതെ, കടലിൽ നിന്ന് കിട്ടിയത് ഒരു കാൽമുട്ട്, കടലിൽ നിന്ന് കിട്ടിയത് ഒരു തല. ഇത് രണ്ടും കൂടിയാണ് കൊണ്ടുപോയി മൂടി വെച്ചു. അങ്ങോട്ട് ജാറുണ്ടാക്കി നല്ല പെട്ടി വെച്ചു. സയാമി സെരട്ടമായിരിയ. ഖബർ മക്കാമുണ്ടോ, പുറത്ത് പെട്ടിണ്ടാവും. ഇവിടെ പെട്ടിണ്ടോ, അവിടെ മക്കാമുണ്ടാവും. അതില്ലാത്തത് മുന്നോട്ട് പോകില്ല മക്കൾ. അതുകൊണ്ടാണ് പാവങ്ങൾ കുടുങ്ങിയിട്ട. പള്ളികൾ നടത്തുന്നത് മക്കാമിന്റെ പൈസ ഉണ്ട്, യതീംഖാന നടത്തുന്നത് മക്കാമിലെ ജാറത്തിന്റെ വിലക്കപ്പെട്ട പൈസ ഉണ്ട്, മദ്രസകൾ നടത്തുന്നത്, പെൺകുട്ടികളുടെ സ്ഥാപനം നടത്തുന്നത്, പലയിടങ്ങളിലും നബിതങ്ങൾ വിലക്കിയ മക്കാമുകളുടെ പൈസ കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. നല്ല വരുമാന. കാരണം എന്താ? ചെലവില്ല. നമ്മളൊക്കെ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കോളേജിൽ പഠിപ്പിച്ച മാക്സിമം എത്ര കിട്ടുക? എന്നാൽ നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ ബിസിനസ്സിൽ ഒരു 1.5 കോടി കൊടുത്താൽ 3.5 കോടി ഉണ്ടാക്കാം. ഇതിനൊരു ചെലവില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ്. എന്താ? ഒരു സിമെന്റ് കട്ട ഉണ്ടാക്കിയിട്ട് ഒന്ന് കെട്ടിപ്പൊക്ക, നല്ലൊരാളെ പേരിടുക. അങ്ങനെ പൈസ ഉണ്ടാക്കി. അവിടെ നിന്ന് ഒന്നും കൂടി ഇങ്ങോട്ട് പോന്നാൽ 3 പെറ്റുമ്മാൻ്റെ ജാറമുണ്ട്. കുട്ടികളില്ലാത്തോല് പോയി തൊട്ടിൽ കെട്ടിക്കൊടുക്കുകയാണ്. അവിടെ ചെന്നാ കുട്ടികളെ കിട്ടുന്നു. എന്താ അവരുടെ പ്രത്യേകത? 3 പെറ്റുമ്മ 3 പെറ്റിട്ടുണ്ട്. ഇവിടെ 3, 7, 9, 11 പെറ്റോലുണ്ട്. നമ്മളൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവിടെ ചോദിച്ചു നോക്കി. അപ്പൊ ഇത് വലിയ കറാമത്ത. സാധാരണഗതിയിൽ ഒരാൾ എപ്പോഴാ തൊട്ടിൽ കെട്ടേണ്ടത്? കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ, താരാട്ട് പാടാനാണ്. ഇസ്ലാമിൽ എവിടെയാണ് കുഞ്ഞുണ്ടാകാൻ തൊട്ടിൽ കെട്ടുന്ന പരിപാടി? ഒക്കെ ഇവിടുന്ന് കിട്ടിയതാ. കോഴിക്കോട്ടത്തെ ഉദാഹരണങ്ങൾ ഞാൻ അപ്പവാണിപ്പൊക്കെ ഞാൻ പറഞ്ഞില്ലേ. മലപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഖബർ കിടക്കുന്ന വ്യക്തിന്റെ പേരെന്താന്നറിയൂല, സ്ഥലം ഏതാന്നറിയൂല, മുസ്ലിമാണോ എന്നറിയൂല. പക്ഷെ ഭയങ്കര കറാമത്താണ്. അതുണ്ടാവും.
എന്താ? ഉരുമ്പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല. ഇതൊന്നും മുജാഹിദ് എഴുതിയ പുസ്തകത്തിലല്ല. വെളിയങ്കോട് ഉമർ ഖാദിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്തോ മുനമ്പത്ത് ബീവിന്റെ ചരിത്രം പറയുന്ന മലയാള പുസ്തകം തുറന്ന് വായിച്ചോക്ക്. ഊരുമ്പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. 2 ഡെഡ് ബോഡി വന്ന് അങ്ങോട്ട് കടക്കലൊന്നുണ്ട്, ഒരാണിൻ്റെ ഒരു പെണ്ണിൻ്റെയും. അപ്പം തന്നെ മാച്ചും ആലോചിച്ചു കൂടെ, എന്തോ പ്രശ്നം. അങ്ങനെ ഈ പെണ്ണിന്റെ കബറടക്കം ചെയ്തോണ്ട് ആ കബറടക്കം നടത്തിയ SI ഇപ്പൊ ചങ്ങരംകുളത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് പോയി ചോദിച്ചോക്കി സത്യത്തിൽ എന്താ ഉണ്ടായത്. ആ SI ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, ഇത് ആരതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു, നിന്ന സ്ഥലത്ത് ഇനി ഏതായാലും ആളും നാഥനൊന്നും കാണാനില്ല, അതുകൊണ്ട് കൊണ്ടുപോയി മറവ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ കറാമത്താണ്, ഊരും പേരറിയില്ല, പേരറിയൂല, സ്ഥലം അറിയൂല, ശുഹ്റത്തൊട്ടും കുറവില്ല, ഫേമസ് ഒരിക്കലും കുറയണില്ല, ഭയങ്കര പ്രസിദ്ധിയാണ്. എന്താ പ്രസിദ്ധി? വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഇവരൊക്കെ ജനിച്ച പ്രസിദ്ധമായ നാട്ടിലാണ് ഈ ഡെഡ് ബോഡി വന്നത്, അതുകൊണ്ട് ഫേമസ് ആണ്. എൻ്റെ ചങ്ങായിമാരെ, കൊടുവള്ളി അങ്ങാടിയിൽ തലച്ചോറുള്ളവരോട്, ചിന്തിക്കുന്നവരോട്, ബുദ്ധിയുള്ളവരോട്, ദീനിനെ ഇഷ്ടപ്പെടുന്നവരോട് ഞാൻ ലാസ്റ്റ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. കൊല്ലം ജില്ലയിൽ ഓച്ചിറ എന്ന സ്ഥലത്തൊരു ജാറമുണ്ട്, മക്കാമുണ്ട്. വായിച്ചോ, നിങ്ങൾ വായിച്ചോ. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ അങ്ങ് തള്ളി സൈഡാക്ക്. നിങ്ങൾ സ്വയം ഒന്ന് പഠിക്കുക. ഇത്രയും ഫോണിൽ നെറ്റ് കയറ്റിയിട്ട് എന്തൊക്കെ വിവരങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒന്ന് പഠിക്കുക. കൊല്ലം ജില്ലയിലെ ഓച്ചിറ ഉപ്പൂപ്പാന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? മാതൃഭൂമി പത്രത്തിൽ വന്നു, ഓച്ചിറ ദാമോദരൻ യാത്രയായി. ദാമോദരൻ അതാരെ പേരാ? നോൺ മുസ്ലിംസിന്റെ പേരാ. അടുത്ത ആഴ്ച മാതൃഭൂമിയിൽ വന്നു, ഓച്ചിറയിലെ കുപ്പസ്വാമി ചരിത്രമായി. അവിടുത്തെ കുപ്പത്തൊട്ടിയിൽ കടന്നിരുന്ന അച്ചാറൊക്കെ തോണ്ടി തിന്നുന്നൊരു മാനസിക രോഗിയായിരുന്നു. ആ സാധുവിനെ നമ്മൾ കുറ്റം പറയരുത്, ആ സാധു പാവാണ്, മാനസിക രോഗമാണ്. ഈ മനുഷ്യൻ മരിച്ച് കബറടക്കം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ, കേരള യാത്രക്കാരെ ധൈര്യമുണ്ടോ ഓച്ചിറയിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്നൊന്ന് പറയാൻ? ഉദ്ഘാടനം ചെയ്ത ആള് ഇപ്പോഴും ശൈഖുന ജീവിച്ചിരിപ്പുണ്ട്, വലിയ ആൾ തന്നെയാണ്. മരിക്കണതിൻ്റെ മുമ്പെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോകും പ്ലീസ്, അത് ഇങ്ങനെ സംഭവിച്ചു പോയതാണ്, അത് പറ്റിപ്പോയതാണ്, ഒന്ന് മാപ്പാക്കണമെന്ന് അള്ളാഹാന്റെ കോടതിനെ പേടിച്ചിട്ടെങ്കിലും ഒന്ന് പറയും. നാട്ടുകാരെ പേടില്ല, രാജകീയ പ്രൗഢിയിലല്ലേ. അള്ളാഹാനെ പേടിച്ചിട്ടെങ്കിലും ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്, അത് ദാമോദരനാണ് ആള്. പറയൂല, പറഞ്ഞാ മുട്ടിപ്പോവും. അവസാനം പിന്നീട് ഇത് മുന്നോട്ട് പോകാൻ മൂപ്പരുടെ വക ഉദ്ഘാടനം ചെയ്ത് മിനുസപ്പെടുത്തിയിട്ട് പേരുമാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇപ്പോഴുണ്ട്. 2026 ജനുവരിയിൽ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോഴും ആ സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഓച്ചിറ ഉപ്പൂപ്പ എന്ന് പേരങ്ങോട്ട് മാറ്റിയിട്ട് പച്ച പട്ടങ്ങോട്ട് വിരിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഉത്സവം ഉറൂസും തുടങ്ങി, മക്കാമ സിയാറത്ത് തുടങ്ങി. പിന്നെ ആരാ ഇനി 10 കൊല്ലം കഴിഞ്ഞ് എന്താ പറയാ? എൻ്റെ വാപ്പ പോയിരുന്ന സ്ഥലമാണ്, എൻ്റെ ഉമ്മ അവിടെ പോയിട്ടാണ് മക്കളെ കിട്ടിയത്, എൻ്റെ പെങ്ങളെ കല്യാണം ശരിയായത് അവിടെ പോയിട്ടാണ്. കറാമത്തായില്ലേ? ആരതൊക്കെ ചിന്തിക്കണത്? ആരതിൻ്റെ പിന്നാലെ നടക്കുന്നത്? ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന CM മടവൂരുമായി ബന്ധപ്പെട്ട ചരിത്രം എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയോ? ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മളാരും എഴുതിയതല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വേറൊരുപാട് പണിയുണ്ട്. CM മടവൂരിനെ പറ്റി അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. CM സ്മരണിക വായിച്ചോ, മേടിച്ചോളൂ, മുതലാകും, പൈസ മുതലാകും. CM സ്മരണിക എന്ന പുസ്തകത്തിൽ ആരാണ് ഇദ്ദേഹം എന്ന് പഠിപ്പിക്കുകയാണ്. അവിടെ പോണവരും ചിന്തിക്കണവരൊക്കെ ആലോചിച്ച്, ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട ആളെ കുറിച്ച് എഴുതാണ്. അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു. 1 ഫസ്റ്റത്തെ പോയിട്ടോ. 2 നോമ്പെടുക്കാറില്ലായിരുന്നു. 3 സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, പുരുഷനല്ലേ. 4 തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. 5 നോമ്പുള്ള മനുഷ്യരെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം തീറ്റിപ്പിക്കാറുണ്ടായിരുന്നു. 6 ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയാൽ പൈസ ചോദിക്കും, പൈസ കൊടുക്കാൻ മടിക്കുമ്പോൾ ഹോട്ടലുകാരൻ്റെ ഹോട്ടൽ തീ വെച്ച് നശിപ്പിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പകരാസിന് സ്വപ്നം കണ്ട കറാമത്തേക്കും, മുപ്പര് ഉറങ്ങിയ കറാമത്തേക്കും ബേജാറാണ് ഇപ്പോൾ. അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പൊക്കിയിട്ട് ഞങ്ങളെ ഹാലിക്കുമ്പോൾ CM മടവൂരിന്റെ മൗലിദ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി 10 കൊല്ലം ആൾക്കാർ പറയാം, ഇതൊക്കെ ഞങ്ങളെ പണ്ട് കാലത്തെ വാപ്പാറുണ്ടാക്കി ഓരൊക്കെ ചെല്ലുന്ന മൗലിദാണ്. CM മടവൂരിന്റെ മൗലിദ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ അത് 10-20 കൊല്ലം കഴിയുമ്പോൾ എന്തായി? നാട്ടിൽ ചാലായി. അപ്പോൾ ആൾക്കാരെന്താ പറയാ? അതൊക്കെ ഞങ്ങളെ വാപ്പിയും വാപ്പക്കാരന്മാരും മഹല്ലുകാരൊക്കെ അന്ന് ഉസ്താദ്മാരൊക്കെ ഉണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, ഖബർ എന്ന് പറയുന്നത് ചിന്തിക്കാൻ, ഖബർ പരലോകം ഓർക്കാൻ, മരണം ചിന്തിക്കാൻ വേണ്ടിയാണല്ലോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കച്ചവടമാണ്, ചൂഷണമാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? സാധുക്കളെ പറയാൻ പറ്റൂല.
നാട്ടുകാരെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹിന്റെ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, നമ്മളോടുള്ള ഉപദേശം. സാധാരണക്കാര് ശ്രദ്ധിച്ചോളി. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. എന്താ ഓലെ പണി? ലയകുലൂന അംബാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരായിരിക്കും. ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ഓടി വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുടി, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു സാധനം ബോംബെയിലെ ജാലിയൻ വാല, ആ നസീർ അസ്ഹരി എന്ന് പറയുന്ന മനുഷ്യൻ അതിന്റെ പിന്നാലെ പോയിട്ട് ഹാളിൽ പോയിട്ട് അത് സൂക്ഷിക്കുന്ന റൂമിൽ പോയി കണ്ടു വന്ന മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പൊ ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ കൂടല്ല. ഈ മുടി നബിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ബോംബെയിൽ പോയിട്ട് ആ റൂം കയറി ചെന്ന ചരിത്രം വായിക്കുന്നത്. ഈ മുടി കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യന്റെ കൈ കിട്ടിയിട്ട് പറഞ്ഞു, ഇത് നബിന്റെ മുടിയാണ്. ശരി, എന്താ വേണ്ട? ഇത് ഇട്ട വെള്ളം ഞാൻ തരും. അതിന് എന്താ വേണ്ട? ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ സംസൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഏറ്റവും പോരിച്ചുള്ള വെള്ളം അതാണ്, ഫ്രീ ആയിട്ട് കിട്ടൂല. ഇത് നബിന്റെ മുടിയാ, അത് എനിക്കാണ് കിട്ടിയുള്ളത്. ഞാനത് തരണമെങ്കിൽ 25,000 രൂപ എനിക്ക് തരണം ഒരു കുപ്പി വെള്ളത്തിന്. നിഷേധിക്കാൻ കഴിയുമെങ്കിൽ പറയും, ഇങ്ങനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പറയും. ഇപ്പൊ അതിന്റെ ലിങ്ക് തരാം. അത് കഴിഞ്ഞപ്പോ മറ്റേ ആൾക്കാർ വന്നിട്ട് മൂപ്പർ ഇതൊക്കെ പാടുണ്ടാക്കിയാലും മൂപ്പരാണ് കൊണ്ടുപോകില്ല ഫുള്ള്. അപ്പൊ നമ്മൾ ചില അത് ഒറിജിനൽ അല്ല, അത് സെനദില്ലാത്തതാണ്, അത് പല പ്രശ്നമുള്ളതാണ്. സെനതുള്ള മുടി ഞങ്ങളെടുത്തുണ്ട്. ഒരാൾ അങ്ങോട്ട് യാത്ര, അവിടുന്ന് ഒരു ടീം ഇങ്ങോട്ട് യാത്ര, മോശമാക്കണ്ട. അപ്പൊ മറ്റൊരു ഞങ്ങളെടുത്ത് സെനതുള്ള മുടി ഉണ്ട്, ഞങ്ങളും ഫ്രീ ആയിട്ട് തരൂല. ഇത് ലുലു നെസ്റ്റോ തമ്മിൽ കളിക്കണ മാതിരിയാ. അപ്പൊ ഞങ്ങൾ തരണമെങ്കിൽ ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്, ഞങ്ങൾക്ക് 10,000 തന്നാ മതി. എന്നാലും കിട്ടുന്നിടത്തോളം പോറ്റെ. ഇത് മോശമാവരുത്, കച്ചവടം നിൽക്കരുത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നബി അവിടുന്ന് ഇതാക്കി ചെരുപ്പമെന്ന് കിട്ടി മുടിണ്ട്. ഈ മുടി ഇങ്ങോട്ട് പിന്നെ പൊടി, അടച്ച റബ്ബ കിട്ടുന്ന പൊടി വെക്കുക. നബിന്റെ കാലത്തുണ്ടായിരുന്ന അവിടുന്ന് ഇവിടുന്ന് സൂക്ഷിച്ച പൊടിണ്ട്. നബി ചവിട്ടിയ കാൽപാദണ്ട്. എന്തൊക്കെയാണ് കച്ചവടക്കി കൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ഖുർആൻ നമ്മളോട് പറയണം, ഇങ്ങനെ ടീമുകൾ പലതും വരും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംബാലന്നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുകൊണ്ടിരിക്കും. ലേലം വിളിയൊക്കെ ഒന്ന് പോയോക്കണ്ടി. ആ മുനീർ ബാക്കബി പറഞ്ഞ മനുഷ്യൻ, ഞാൻ പേരൊക്കെ പറയുന്നത് സാധുക്കൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ആ വ്യക്തികളെ നമ്മൾ ആക്ഷേപിക്കല്ല, വ്യക്തികളെ കുറ്റം പറയുന്നില്ല, പഠിക്കാൻ വേണ്ടി പേര് പറയണത്. മുനീർ ബാക്കബിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടോ. മൂപ്പര് ലേലം വിളിൻ്റെ മാസ്റ്റർ പീസാണ്. ഒരിക്കൽ മൂപ്പര് ഒരു ആപ്പിളോണ്ടാണ് വന്നത്. എന്തൊക്കെ കിട്ടും മൂപ്പര്. അപ്പോൾ ആപ്പിൾ വന്നിട്ട് തങ്ങളെ കൊണ്ടൊന്നും ഊതിപ്പിച്ചു. തങ്ങളെ കൊണ്ട് ഊതിക്കൊണ്ടതിന് ശേഷം അതുവരെ ആ കിലോക്ക് 150 ഉറുപ്പ്യെന്ന് വില. ആപ്പിൾ കച്ചവടക്കാർ വില എന്തെങ്കിലും പയച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തായിരുന്നാലും അന്നത്തെ വില അനുസരിച്ച് മൂപ്പര് കൊണ്ടുവന്നിട്ട് തങ്ങൾക്ക് ഊതാൻ കൊടുത്തു. തങ്ങളുടെ ഊതി ഉണ്ട് എന്നപ്പോൾ പറഞ്ഞു, ഇതാ ആപ്പിൾ, ഇതാ ഞങ്ങൾ ഓതി ആപ്പിളാണ്, ഒരെണ്ണത്തിന് 111 ഉറുപ്പ്യ കൊടുക്കുക. പിന്നെ ഒന്നും ആലോചിക്കാതെ ആൾക്കാർ തല്ലൂടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് മൂപ്പരിങ്ങനെ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇതിൻ്റെ അടുത്ത് വേറെയും പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു തേനുണ്ട്, അത് 150 ഉറുപ്പ്യൻ്റെ തേനാണ്, ചെറിയ കുപ്പി. ഇത് കുടിച്ചാണ്ടല്ലോ, ഒരു ടീസ്പൂൺ കുടിച്ച ബുദ്ധി ഇല്ലാത്തവർക്കൊക്കെ ബുദ്ധി വെക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഒരു കുപ്പിക്ക് 555 ഉറുപ്പ്യ. ഈ നമ്പർ കണ്ടപ്പോൾ നമ്മളെ കോമ്പ് വേഗം വീണു. അല്ലെങ്കിൽ 313 പറഞ്ഞാൽ എന്തായാലും വെക്കും. അപ്പോൾ മൂപ്പര് വേഗം 555 ഉറുപ്പ്യാണ് പറഞ്ഞേക്ക്. കുറേ ആൾക്കാർ ഇത് മേടിക്കാൻ കയ്യിൽ നിന്ന് പൊക്കിച്ചോ, ഞങ്ങൾ റെഡി. ഞാൻ പറഞ്ഞു, ബുദ്ധി ഉണ്ടാവാനുള്ള തേനാണെങ്കിൽ ലേശം മൂപ്പർക്ക് ഫ്രീ ആയിട്ടൊന്ന് കൊടുക്കുണ്ടൂ എന്നൊരു വസിയത്ത് ഉപദേശം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ലേശം മൂപ്പർക്ക് കൊടുക്കുണ്ടു. ഇങ്ങനെ ഈ സാധുക്കൾ ഇത്രക്ക് പറ്റിക്കണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു പുതിയൊരു കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളൊന്ന് ചിന്തിച്ചു നോക്കി. ചിലതൊക്കെ വായിക്കുമ്പോൾ, ചിലതൊക്കെ കാണുമ്പോൾ പടച്ചറബ് ഈ ഉമ്മത്തിനെ എവിടേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുന്നൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് പ്രോഗ്രാമുകൾ, മീറ്റിങ്ങുകളൊക്കെ പലപ്പോഴും നടക്കുക. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ മണ്ണാർക്കാട് എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുമ്പ് നാട്ടുകൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പേരിൻ്റെ സ്ഥലം പോലെ തന്നെ കല്ലാണ് അവിടെ ഉള്ളത്. ഒരു പള്ളിൻ്റെ മുമ്പിൽ ഒരു കല്ല് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഈ കല്ല് പോരിച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പെട്ടിയും വെച്ചിട്ടുണ്ട്. അവിടെ മക്കാമിൻ്റെ പേരൊക്കെ ചെറിയൊരു കബറപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരെ കബർ ആരതാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഇവിടെ കല്ല് കാണാനുണ്ട്. ആയിക്കോട്ടെ. ഈ കല്ല് കെട്ടിപ്പൊക്കി ഉയർത്തി ഗ്ലാസിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മേശപ്പെട്ടിയൊക്കെ വെച്ചിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ പൈസ രാത്രി 12 മണിക്കൊക്കെ ടൂറിസ്റ്റ് ബസ്സിൽ ദർശന കുട്ടികളൊക്കെ പാടെ കൊന്നിട്ട് ഈ കല്ലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൈസ കൊടുക്കുക.
നമ്മൾ എന്ത് വിശ്വാസമാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്, മദ്രസയിൽ നിന്ന് നമ്മൾ എന്താണോ ശരിക്കും കൊടുക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ നാട്ടിൽ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയിൽ ഇവിടെ ഏതെങ്കിലും ഖത്തീബുമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കുക, അവിടെ ഓതുന്ന നബാത്തിയുടെ ഖുത്ബയുടെ പേജ് ഒന്ന് തുറക്കാൻ പറയാ. അതിൽ റബീഉൽ അവ്വലിലെ ഖുത്ബകൾ ഇങ്ങനെ വായിച്ചു നോക്ക്. ഫസ്റ്റത്തെ ഹെഡിങ് കാണാ വഫാത്തുൻ നബി. റബീഉൽ അവ്വലിലെ അറബിയിലെ ഖുത്ബയാണ് ഞാൻ പറയുന്നത്. വഫാത്തുൻ നബി, പ്രവാചകന്റെ മരണം എന്നാണ് ഹെഡിങ്. അവസാനത്തെ ഖുത്ബയിൽ കാണാം മദീന കരയുന്ന ദിവസം. അറബിയിലെ ഖുത്ബന്റെ ഹെഡിങ് ആണ്. അത് പറഞ്ഞ വ്യക്തിക്ക് താഴെ ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റാലി ഉണ്ടല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ നാട്ടിൽ നിന്ന് പോണോ, കടം വീടണോ, വീട് കയറണോ, അത് ആഘോഷിച്ചല്ലാതെ റമദാനിൽ പൈസ കിട്ടിയില്ലെങ്കിലും റബീഉൽ അവ്വൽ പ്ലാൻ ചെയ്ത കടം വീട്ടിയിട്ടാണ് മുന്നോട്ട് പോണത്. അതുകൊണ്ടാണ് ഇതിനെ ശക്തമായി സംവാദത്തിന് വരെ വന്നിട്ട് ചോദിക്കാൻ ചോദ്യം പോലും ഇല്ലാതെ ആകെ മനം മടുത്ത് ചോദിച്ചതിന് മൊത്തം കെ എം മൗലവി എന്നല്ലാതെ ഏതെങ്കിലും റസൂലുള്ള പറഞ്ഞു, ഇന്ന ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, കിട്ടാഞ്ഞിട്ട് അവസാനം ഇബ്നു തൈമിയ കുറെ പറഞ്ഞു നോക്കി, ഒരു മറുപടി കയ്യിലില്ല. ധൈര്യമുണ്ടെങ്കിൽ എല്ലാ മഹല്ലുകളിലും അവസാനം നടന്ന നബിദിന വിഷയത്തിൽ നടന്ന സംവാദം LCD ഇട്ട് പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഒന്നും കട്ടാക്കാതെ എല്ലാ മഹല്ലിലും അവസാനം നടന്ന നബിദിന സംവാദത്തിന്റെ ക്ലിപ്പുകൾ, വീഡിയോ ഒന്ന് പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ടോ? നമ്മൾ വെറുതെ ചോദിക്കാം. ആരെങ്കിലും വരും നോക്കുക, എങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഞങ്ങൾ ധൈര്യമാണ്. ഏത് നാട്ടിലും എവിടെയും ഞങ്ങളുടെ സംവാദത്തിന്റെ വീഡിയോ, ഫുൾ വീഡിയോ ഇട്ടുതരാം. ദീൻ എന്ന് പറയുന്നത് ഒരു അടിത്തറയിൽ ജീവിക്കുന്ന വ്യക്തികൾക്കുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം എന്ന ഈ മതം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും മതവിധികളെല്ലാം പൂർണ്ണമാണ്, അതിലേക്ക് ചേർക്കാനില്ല. ഇസ്ലാമാകുന്ന ദീനിനെ നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. സ്വാഭാവികമായും മനുഷ്യൻ എന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പടച്ച റബ്ബിന്റെ ഒരു നിയമമുണ്ട്, അവിടെ നിന്ന് അല്ലാഹുവിലേക്ക് അത് മടക്കണം. പടച്ച റബ്ബ് പറഞ്ഞ പരിഹാരങ്ങളുണ്ട്, അതിലേക്ക് പോകണം. തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കരുത്. അതാണല്ലോ അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ വല്ലാത്ത ദുരിതങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നു. ആത്മഹത്യ പരിഹാരമല്ല, കൊലപാതകങ്ങൾ പരിഹാരമല്ല, പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ കാലത്തിനെയും പടച്ചവനെയും കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കൽ പരിഹാരമല്ല, ദീന് വിട്ട് ഇറങ്ങിയോടൽ പരിഹാരമല്ല. ദീൻ വേണ്ടെന്ന് പറഞ്ഞ് മതനിരാസങ്ങളുടെ പിന്നാലെ കൂട്ടുപിടിച്ച് ഇറങ്ങിപ്പോകുന്നവർ നാശത്തിന്റെ വക്താക്കളാണ്. യാതൊരു ചട്ടക്കൂടുമില്ലാതെ ദീനുമില്ലാതെ അവർ ഉറഞ്ഞു തുള്ളുകയാണ്. ഒന്നും പറയാൻ അവർക്കില്ല. നമ്മൾ പറയുന്ന പരിഹാരം ഇവിടെയുണ്ട്. നിനക്കെന്താ പ്രശ്നം? മക്കളില്ലാതെ വിഷമിക്കാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് പ്രാർത്ഥിച്ച വാക്കുണ്ട്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ. പ്രാർത്ഥിക്ക പടച്ചോനോട്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതുപോലെ എല്ലാം പഠിപ്പിച്ചു. സക്കരിയ നബി മക്കളില്ലാതെ വിഷമിച്ചു. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഓരോ ദമ്പതിമാരുടെയും ജീവിതത്തിലെ വേദനകൾ എത്രയാണ്. അള്ളാഹു അത്തരം പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകുമാറാകട്ടെ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, ത്വയ്യിബതായ നല്ല വിശിഷ്ടമായ ഗുണങ്ങളുള്ള സന്താനങ്ങളെ തരണേ. വാർദ്ധക്യത്തിൽ ജരാനര ബാധിച്ച് എല്ലുകൾ ക്ഷയിച്ച പ്രായത്തിലാണ്, പടച്ചോനെ കുട്ടികളെ തരണേ. ഇലാ ഹളറത്തി നൂഹ് നബി എന്നില്ല, ഇന്നാളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എന്നില്ല. അല്ലാഹുവേ റബ്ബേ പടച്ചോനെ എന്നാണ് അവർ തവക്കുലാക്കുന്നത്. ആരോടാ നമ്മൾ തവക്കുലാക്കേണ്ടത്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരണമില്ലാത്ത പടച്ചോനെ തവക്കുലാക്കണം. മരിച്ചു പോകുന്നവരെ തവക്കുലാക്കണ്ട. അവർക്ക് അവരുടെ കാര്യം തന്നെ ശരിപ്പെടുത്താൻ കഴിയൂല. രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണോ? ഏലസ് പരിഹാരമല്ല, ചരട് പരിഹാരമല്ല. ആരെങ്കിലും തുപ്പിയ വെള്ളത്തിന്റെ പിന്നാലെ ഓടണ്ട. അള്ളാന്റെ ഖുർആൻ അയ്യൂബ് നബിന്റെ ചരിത്രം ഇതാ സൂറത്തുകളിലൂടെ, സൂറത്ത് മറിയം ഒന്ന് വായിച്ചോ, മറ്റു പല അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട്. രോഗത്തിന്റെ തീക്ഷ്ണത 18 കൊല്ലം, ശരീരമാസകലം മുറിയും ചീഞ്ചലങ്ങളുമായ ഒരു കാലഘട്ടം കടന്നുപോയി. നമുക്കൊരു 10 ദിവസം അസുഖം വന്ന എന്തൊക്കെ അവസ്ഥ.
അസുഖം ബാധിച്ച് രോഗം ബാധിച്ച് 18 കൊല്ലക്കാലം കടന്നു പോകുമ്പോൾ വിഷമത്തോടെ അയ്യൂബ് നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു മഖാമിന്റെ ദർഗയുടെ വാതിൽ മുട്ടിയോ, ഏതെങ്കിലും ഒരു നബിയുടെ ജാറത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബിയുടെ ഖബറിലേക്ക് തേടിപ്പോയ ചരിത്രമുണ്ടോ? അയ്യൂബ് നബി തന്റെ വീട്ടിനകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് അയ്യൂബ ഇദ്നാദാ റബ്ബ അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. പടച്ചോനെ, ഞാൻ വല്ലാത്തൊരു വിപത്തിലാണ്, എനിക്ക് വല്ലാത്ത ദുരിതമാണ് റബ്ബേ, എന്നോട് കരുണ കാണിക്ക്, നീ അർഹമുർ റാഹിമീനാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടും ആശുപത്രിയിൽ പോകുന്നുണ്ടല്ലോ, ഡോക്ടർക്ക് പോകുന്നുണ്ടല്ലോ, അതൊക്കെ അതിന് നിശ്ചയിക്കപ്പെട്ട അല്ലാഹു തആല പഠിപ്പിച്ച ചികിത്സാ മാർഗങ്ങൾ ഒരാൾ ചെയ്യണം. അതും ഹദീസിൽ പഠിപ്പിച്ചു, നിങ്ങൾ ചികിത്സിക്കണം. നിങ്ങൾ ചികിത്സിക്കണം. എന്നിട്ടോ അതിന്റെ പരിഹാരം പടച്ച റബ്ബിലേക്ക് വെക്കുക. മക്കളെ കാണാതിരുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ പ്രയാസം വന്നു. ഏലസോ ചരടോ കിട്ടിയില്ല, ഐക്കല്ലും മുറൂസുകളുമല്ല പരിഹാരം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കുട്ടി യൂസുഫിനെ കാണാത്ത 30 കൊല്ലക്കാലം കരഞ്ഞ് കണ്ണിന്റെ നിറം മാറിയ യാക്കൂബ് നബി ഇനി എന്താ പരിഹാരം? ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നീ ഇലല്ലാഹ്. എൻ്റെ അപലാതി, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ അല്ലാഹുവിലേക്ക് നീട്ടുകയാണ്. കരഞ്ഞിട്ട് കണ്ണിന്റെ നിറം മാറി. ഇവിടെ 1000 വട്ടം മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണത്. അപ്പൊ ആലോചിച്ച് നോക്കി നമ്മുടെ നാടിനെ പറ്റി അബദ്ധം എന്താന്ന്. ഇത് പഠിപ്പിച്ച പറയും ഉത്തമവാദിയായി പഴച്ചോനാണ്, അവർക്ക് നബിയില്ല, സ്വലാത്തില്ല, ദിക്റില്ല, ഔലിയല്ല. ഡ്യൂപ്ലിക്കേറ്റ് ആയത് മൊത്തം കൈ പിടിച്ചിട്ട് പറയാണ് ഇവർക്കൊന്നും ഇല്ല എന്ന് പറയാ. അവസാനിച്ചില്ല പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ. മത്സ്യത്തിന്റെ വായ്ക്കകത്ത്, ഇരുട്ടിനകത്ത്, കടലിൽ പെട്ടുപോയ, രാത്രിയിൽ പെട്ടുപോയ ഒരു യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്. കടലിനകത്ത് രാത്രിയിൽ ഇരുട്ടത്തങ്ങ് കൂടിയപ്പോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഖുർആൻ പഠിപ്പിച്ച സകല പ്രാർത്ഥനയും പടച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദറിൽപ്പെട്ട പ്രിയപ്പെട്ടവരായ സ്വഹാബത്തും ബദർ യുദ്ധത്തിന് പുറപ്പെട്ട് ആ റമദാൻ 17-ന്റെ അന്ന് നമ്മുടെ നാട്ടിൽ നല്ല ചെമ്പിൽ വരട്ടിയ ചോറ് കൊടുക്കുകയാണ്. അതിനുവേണ്ടി കീസിട്ട് നടക്കുകയാണ്. പള്ളികളിൽ ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. ബദരീങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന ബദരീങ്ങളുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂറ്റം പോത്തുകളെ അറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്ക്. പട്ടിണി കിടന്ന് റമദാൻ 17-ന്റെ അന്ന് ആ പോരിശയാക്കപ്പെട്ട ആ സ്വഹാബത്ത് യുദ്ധഭൂമിയിൽ പിടയുകയാണ്. ഇവിടെ നന്നായി തിന്ന് രസിക്കുകയാണ്. പോട്ടെ, ആ ബദറിൽ പങ്കെടുത്ത ആളുകൾ ആരോടാണ് വിഷമത്തോടെ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും. സൂറത്തുൽ അൻഫാൽ വായിച്ചോ. ഇത് തസ്തഗീസൂന റബ്ബക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ബദറിന്റെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ, അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 1000കണക്കിന് മലായികത്തുകളെ ഇറക്കി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബദരീങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗാസ തേടി. നാട്ടുകാർ ബദരീങ്ങളോട് ഇസ്തിഗാസ തേടുന്നു. എന്തൊരവസ്ഥയൊക്കെ പോണത്. ഔലിയാക്കന്മാരിൽ ചരിത്രം പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതാറുന്ന സൂറത്തല്ലേ. ഇതിലിങ്ങനെ പറയുന്നുണ്ട്, ആ അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം ഗുഹന്റെ ഉള്ളിൽ അവരെ കിടത്തിയുറക്കി. 309 കൊല്ലം കറാമത്താണത്. ഖുർആനിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടതിന്റെ വാതിൽ തുറക്കാൻ പറ്റാതെ കല്ലുകൾ വന്നടഞ്ഞപ്പോ അവരെന്താ പ്രാർത്ഥിച്ചത്? ഏത് നബിനോടാ പ്രാർത്ഥിച്ചത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളുടെ കാര്യങ്ങൾ റബ്ബേ എളുപ്പാക്കി തരണേ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് അള്ളാഹിനോടാണ് ഔലിയാക്കൾ പ്രാർത്ഥിച്ചത്. നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ പ്രാർത്ഥന ആരോടാ? പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. പിന്നെയോ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതി. ഇന്ന ആളുടെ ഹക്ക് ജാഹ് ബർക്കത്തുണ്ടോ? ഇല്ല. അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതി. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അതുപോലെ സ്വലാത്തൊക്കെ ചൊല്ലി. പിന്നെന്താ പറയാ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഹദീസിലുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് ഒരു വാക്കില്ല. അത് കഴിഞ്ഞാൽ ഒരു രോഗിനെ സന്ദർശിക്കാൻ പോയാലോ, രോഗിന്റെ ശരീരത്തിൽ കൈ വെച്ചുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്നൊക്കെ പ്രാർത്ഥിക്കണം. മരിച്ച മയ്യത്തിന്റെ അടുത്ത് അങ്ങ് ചൊല്ലുമ്പോൾ കണ്ടിങ്ങനെ നോക്കി പോരുന്നതിന് പകരമായി അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു എന്നെങ്കിൽ
പറയാൻ പറ്റുന്ന അവസ്ഥ. അല്ലാഹുമ്മ ഗ്ഫിർലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അബൂ സലമക്ക് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ച വാക്കുകൾ നമ്മൾ പഠിക്കുക. ഒക്കെ അല്ലാഹുവിനോടാണ്. എല്ലാ ദുആകളും പഠിപ്പിച്ചെന്ന് മാത്രമല്ല, ഖുർആൻ നബിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. കേൾക്കണം നിങ്ങൾ, നബിയെ പറയണം, പ്രഖ്യാപിക്കണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് ഒരിക്കലും പങ്കു ചേർക്കൂല.